െങ്കിൽ ആ പകലിൽ എനിക്ക് പോകണം. എന്നെ നിങ്ങൾ രാത്രി മരിച്ചാൽ പകല് വരെയോ പകല് മരണപ്പെട്ടാൽ രാത്രി വരെയോ കാത്തിരിക്കരുത് എന്ന് പറഞ്ഞ് എന്റെ ഉപ്പ സ്നേഹം കൊണ്ട് കരയുന്നത് ഞാൻ കണ്ടുവെന്ന് ഐഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹാ. അവസാന യാത്ര അനിവാര്യമായൊരു യാത്രയാണത്. ടിക്കറ്റ് എടുക്കേണ്ടതില്ലാത്തൊരു യാത്ര. ഇമിഗ്രേഷൻ ക്ലിയർ ആണ്, ടിക്കറ്റ് ഓക്കെയാണ്, ഓൺ ടൈം ആയിരിക്കും ആ യാത്ര. അതൊന്നേയുള്ളൂ, അത് മരണത്തിന്റെ യാത്രയാണ്. അള്ളാഹു ആ നേരം സന്തോഷത്തോടെ ഹബീബിനെയും അനുയായികളെയും സഹാബികളെയും കാണാൻ കിട്ടുന്ന ഒരവസരമാണത്, അള്ളാഹുവിനെ കാണാൻ കഴിയുന്ന ഒരവസരമാണത് എന്ന ചിന്തയിൽ ഇവിടുന്ന് യാത്ര തിരിക്കാൻ അള്ളാഹു തൗഫീഖ് തരട്ടെ. അവിടെ പേടിച്ചു കൊണ്ടുപോയാൽ പിന്നെ ജീവിതം മുഴുവൻ ജീവിച്ചു തീർത്തിട്ട് കാര്യമില്ലാണ്ടായി പോകും. അവിടെ പേടിക്കരുത്. എന്തായാലും നമ്മളൊക്കെ മരിക്കും. എന്തൊക്കെ കുരുത്തക്കേട് കാണിച്ചാലും കാണിച്ചില്ലെങ്കിലും മരണം നമ്മളെ കൊണ്ടുപോകും. ഇത് നേരത്തെ ആയാൽ എന്റെ ഹബീബിനെ എനിക്ക് ആദ്യം കാണാൻ കഴിയുന്ന രാവാണ്. എന്റെ രാവുകളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത്, എന്റെ പകലുകളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് എനിക്ക് ഹബീബിനെ ഏറ്റവും നേരത്തെ കാണാൻ കഴിയുന്ന പകലാണ്. അങ്ങനെ ഒരു തിങ്കളാഴ്ച ലോകത്തോട് വിട പറഞ്ഞു മഹാനായ അമീറുൽ മുഅ്മിനീൻ സാഹിബുഹു ഫിൽ ഗാർ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു. ഹബീബിനെ കണ്ടുമുട്ടാൻ എന്തോ ഒരു ആഗ്രഹം. പുണ്യ നബി തങ്ങളെ ജീവിതത്തിൽ ഒരു നിഴല് പോലെ തുടർന്ന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ഹബീബില്ലാത്ത ജീവിതം ഓർക്കുക സാധ്യമായിരുന്നില്ല. കൽബിന്റെ ഉള്ളിൽ അങ്ങനെ ഒരു സ്നേഹം നമ്മുടെയൊക്കെ കൽബിൽ ഇങ്ങനെ വരണം. ആ ഒരു സ്നേഹം വരുമ്പോ അനാവശ്യമായ ഹറാമിന്റെ സ്നേഹബന്ധങ്ങളൊക്കെ അവിടെ ഉടഞ്ഞു പോകും. പവിത്രമായ സേക്രഡ് ലവ് നമ്മുടെ ഹൃദയത്തിലേക്ക് കയറി വരും. നമ്മുടെ വിദ്യാർത്ഥിനികൾക്കും നമുക്കൊക്കെ ഓർത്തുവെക്കേണ്ട ഒരു കാര്യമാണത്. നമ്മുടെ ഹൃദയം അത് സൂക്ഷിക്കുന്ന ഏറ്റവും വലിയ സമ്പത്ത് സ്നേഹമാണ്. ആ സ്നേഹം അല്ലാഹുവിനോടും അവന്റെ റസൂലിനോടും, അത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഉമ്മയോട്, നിങ്ങളുടെ വാപ്പയോട്, അമ്പിയാക്കന്മാരോടും ദീന്റെ അഹ്ലുകാരോടും ഒക്കെ വേണം. പക്ഷേ നമ്മുടെ ജീവിതവുമായി ബന്ധിക്കുന്നത് നമ്മുടെ ഉമ്മയും നമ്മുടെ ഉപ്പയും അല്ലേ? മാഷാ അല്ലാഹ്. ഉഹദ് യുദ്ധം കൊടുമ്പിരി കൊള്ളുമ്പോ, ആ യുദ്ധത്തിന്റെ അവസാനം ഒരു പരാജയമായി മാറാൻ പോകുമ്പോ സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിനെ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞയച്ചു ഒരാളെ അന്വേഷിക്കാൻ ഉഹദിന്റെ രണാങ്കണത്തിൽ. സഅദ് ഇബ്നു റബീഅ റളിയല്ലാഹു അൻഹു ആണത്. സഅദ് ഇബ്നു റബീഅ റളിയല്ലാഹു അൻഹു. സാബിത്തേ, സഅദ് ഇബ്നു റബീഇനെ കണ്ടാൽ എന്റെ ഒരു സലാം പറയണേ, അല്ലാഹുവിന്റെ റസൂൽ നിങ്ങളോട് സലാം പറയുന്നുണ്ട് എന്ന് പറയണം. ഉഹദിന്റെ രണാങ്കണത്തിലൂടെ ഇങ്ങനെ ഓടുകയാണ് സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു എന്ന ആലിമും മിൻ ഉലമാഇസ് സ്വഹാബ, സ്വഹാബികളിലെ പണ്ഡിതന്മാരിൽപ്പെട്ട പണ്ഡിതനാണ് സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു. ആലിമാൻ. ഉഹദ് രണാങ്കണം മദീനയിൽ പോയവർക്ക് കാണാം. ഉഹദ് നമ്മൾ സിയാറത്ത് ചെയ്യുമ്പോൾ അവിടെ ഒരു മസ്ജിദ് നിൽക്കുന്നുണ്ട്, വലിയൊരു പള്ളി. ഉഹദ് ശുഹദാക്കളും കിടക്കുന്നുണ്ട്. ഉഹദ് യുദ്ധം നടന്ന ഇടമാണത്. സഅദിനോട് ചോദിക്കണേ, കൈഫ തജിദുക യാ സഅദു, സഅദ് ഇബ്നു റബീഅ എങ്ങനെയുണ്ട്, എന്താണ് നിങ്ങളുടെ അനുഭവം എന്ന് ചോദിക്കണം. വെട്ടേറ്റ് കിടക്കുന്ന ഒരു മനുഷ്യനോട് ചോദിക്കാൻ പോകുന്ന ചോദ്യമാണിത്. فأتيته وأنا أطوف بين القتلى. ഹാഫിളീങ്ങളും ആലിമീങ്ങളും സാധാരണക്കാരുമായ ഹബീബിന്റെ സ്വഹാബികൾ ചേതനയേറ്റ് കിടക്കുന്ന ആ ശുഹദാഇന്റെ ഇടയിലൂടെ ഇത് സഅദാണോ 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 എന്ന് ഓരോരുത്തരുടെയും മുഖം നോക്കി ഞാൻ നടക്കുകയാണ്. എന്നെ പറഞ്ഞയച്ചത് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ സഅദ് എന്നവരെ ഞാൻ കണ്ടു. വഹുവ ബിആഖിരി റമഖിൻ ബിഹി, അന്ത്യശ്വാസം വലിക്കുകയാണ്.
വബിഹി 70 ദർബ, 70ഓളം വാളിന്റെ വെട്ടുകൾ ആ പരിശുദ്ധമായ ശരീരത്തിൽ എനിക്ക് കാണാൻ പറ്റി. ഞാൻ എണ്ണി നോക്കുമ്പോൾ 70ഓളം മുറിവുകളുണ്ട്. ആലോചിച്ച് നോക്കി എന്തായിരിക്കും ആ രംഗം. പക്ഷേ ജീവൻ ബാക്കിയുണ്ട്. അമ്പ് തറച്ചു വന്നതും കുന്തമുനകളാൽ മുറിവുണ്ടായതും വാളുകൊണ്ട് വെട്ടേറ്റതും മഹാനായ സഅദ് ഇബ്നു റബീഅ തങ്ങളുടെ ദേഹത്ത് കണ്ടു. സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു അന്ത്യശ്വാസം വലിക്കുമ്പോൾ അരികത്തേക്ക് വന്ന് ആ ചെവിയിലൊന്ന് ചോദിച്ചു, യാ സഅദേ ഇന്ന റസൂലല്ലാഹി യുഖ്രിഉകസ്സലാം. ചരിത്രങ്ങളിൽ ഇത്രമേൽ ഹൃദയഭേദകമായ മറ്റെന്തുണ്ട്? ലോകത്തോട് വിട പറയുന്നു. ശരീരമാസകലം ഛേദനയേറ്റ് കിടക്കുമ്പോൾ 70ഓളം മുറിവുകൾ പറ്റി ഉഹദിലെ രക്തസാക്ഷിയായി വഫാത്താവുന്ന സഅദ് എന്നവരോട് ചെവിയിൽ ഇങ്ങനെ പറഞ്ഞു, ഇന്ന റസൂലല്ലാഹി യഖറഉ അലൈകസ്സലാം. സഅദേ, അല്ലാഹുവിന്റെ റസൂൽ അങ്ങയോട് അസ്സലാമു അലൈക യാ സഅദു, സഅദേ അല്ലാഹുവിന്റെ രക്ഷ നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് സലാം പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് എന്നോട് പറഞ്ഞു, സഅദേ നിങ്ങളോട് ചോദിക്കാൻ, കൈഫ തജിദു, നിങ്ങളുടെ അവസ്ഥ എന്താണ്, എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്, എന്താണ് നിങ്ങളുടെ അനുഭവമെന്ന് നിങ്ങളോട് ചോദിക്കാൻ പറഞ്ഞയച്ചത് കൊണ്ട് ചോദിക്കുകയാണ്. ഈ ചോദ്യങ്ങൾ ചോദിക്കേണ്ട നേരമല്ലെന്ന് എനിക്കറിയാം. പക്ഷേ നബി തങ്ങളല്ലേ എന്നെ പറഞ്ഞയച്ചത്. എങ്ങനെയുണ്ട് സഅദേ? അല്ലാഹുവിന്റെ റസൂലിന്റെ സലാം എന്ന് പറഞ്ഞപ്പോഴേക്കും വേദനകൾ മറന്നു. അതാണ് ഹുബ്ബ്. പുണ്യനബി സലാം പറഞ്ഞു എന്ന് പറഞ്ഞപ്പോഴേക്കും 70ഓളം മുറിവുകളായി കിടക്കുന്ന ശരീരത്തിന്റെ വേദന സഅദ് റളിയല്ലാഹു അൻഹു മറന്നുകൊണ്ട് ചുണ്ടുകൾ ചരിച്ചു. അലാ റസൂലില്ലാഹി സലാം, എന്റെ റസൂലിനോട് എന്റെ സലാം ഞാൻ മടക്കുകയാണ്. നബിയോട് പറയണേ, സ്വർഗത്തിന്റെ വാസന എനിക്ക് കിട്ടുന്നുണ്ട് എന്ന് റസൂലുള്ളാഹിനോട് പോയി പറഞ്ഞു കൊടുക്കണം. എനിക്കിവിടെ സ്വർഗം മണക്കുന്നുണ്ട്, സ്വർഗത്തിന്റെ വാസന ഞാൻ അറിയുന്നു. മിൻ സൗബി ഉഹുദിൻ, ഉഹുദിന്റെ ഭാഗത്തു നിന്ന് വരുന്ന മണം സ്വർഗത്തിന്റെ മണമാണെന്ന് എന്റെ നബിയോട് പറയണേ എന്ന് ദേഹമാസകലം മുറിവായി കിടക്കുന്ന സഅദ് റളിയല്ലാഹു അൻഹു സയ്യിദ് എന്നവരോട് മറുപടി പറഞ്ഞത്, വേദനയുടെ എല്ലാം മറപ്പിച്ചു കളയുന്ന ആ മനുഷ്യ ശരീരത്തിന്റെ വിറങ്ങലിന്റെ അവസാനത്തിൽ ഒരൽപ്പം ആയുസ് മാത്രം ബാക്കിയുള്ളപ്പോൾ തിരിച്ചറിയാൻ കഴിഞ്ഞ ശബ്ദം ഹബീബിന്റെ ശബ്ദം. പുണ്യനബി പറഞ്ഞു, സലാം. കണ്ണു ചിമ്മി ലോകത്തോട് വിട പറയുന്ന ഷഹീദ് സഅദ് ഇബ്നു റബീഅ റളിയല്ലാഹു അൻഹു. അത് മാത്രമല്ല, ഒരു കാര്യം കൂടെ പറഞ്ഞു, സയ്യിദേ എന്റെ തറവാട്ടുകാരാണ് അൻസ്വാരികൾ, എന്റെ തറവാട്ടുകാരാണ് മദീനക്കാരായ അൻസ്വാരികൾ. അവരോട് പറയണേ, ലാ ഉദ്റ ലക്കും ഇൻദല്ലാഹി ഇൻ യുഖ്ലസ് ഇലാ റസൂലില്ലാഹ് വഫീകും ഐനുൻ തത്റഫ്. രണ്ട് കണ്ണുകൾക്ക് നിങ്ങൾക്ക് അല്ലാഹു കാഴ്ച ബാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ആ രണ്ട് കണ്ണുകളും നിങ്ങൾ ഉപയോഗിക്കേണ്ടത് ഹബീബായ നബിയെ സംരക്ഷിക്കാനാണ്. യുദ്ധം കൊടുമ്പിരി കൊള്ളുകയാണ്. എന്റെ റസൂലുള്ളാഹിക്കൊന്നും പറ്റരുതേ, എന്റെ ഹബീബിന്റെ നേരെ ഒരമ്പ് പോലും വരരുതേ, എന്റെ ഹബീബിനെ വേദനിക്കരുതേ. അൻസാരികളെ, നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന രണ്ട് കണ്ണുണ്ടെങ്കിൽ അള്ളാന്റെ റസൂലിന്റെ അരികത്തേക്ക് ഏതെങ്കിലും ഒരു ശത്രു പാഞ്ഞെടുക്കുകയാണെങ്കിൽ നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ കാരണം പറയാൻ ഒരു എക്സ്ക്യൂസ് പോലും, ഒരു ഉദ്ർ പോലും നിങ്ങൾക്കുണ്ടാവില്ല കേട്ടോ എന്ന് എന്റെ അൻസാരികളോട് പറയൂ. സയ്യിദേ, ഞാൻ പോവുകയാണ്. യുദ്ധമുഖത്ത് കിടക്കുന്ന ഒരു വർത്തമാനമാണ്. എന്റെ കുട്ടികൾക്ക് എന്തായി? ചർച്ചയില്ല ഇവിടെ. എന്റെ ഹബീബിന് മുറിവേൽക്കരുതേ. നിങ്ങളുടെ കണ്ണുകൾ നിങ്ങൾ നോക്കണം എന്റെ ഹബീബിലേക്ക്.
നിങ്ങളുടെ കണ്ണ് പോയാൽ പിന്നെ പ്രശ്നമല്ല, അവിടെ ചോദ്യമില്ല. പക്ഷേ കണ്ണിന് കാഴ്ചയുണ്ടെങ്കിൽ എന്റെ ഹബീബിനടുത്തേക്ക് ഒരു ശത്രു പോലും പാഞ്ഞെടുക്കാൻ നിങ്ങൾ അനുവദിക്കരുതേ. ലാ ഉദ്റ ലക്കും, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ അടുത്ത് ഒരു ഉദ്ർ പോലും പറയാനുണ്ടാവില്ല. നാളെ രക്ഷപ്പെടാൻ കഴിയില്ല. ഞാൻ പോകട്ടെ, എന്റെ റസൂലിനോട് എന്റെ സലാം മടക്കിയത് പറയണേ സയ്യിദേ. ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതാണ് സഅദ് എന്നവരുടെ വിയോഗം. ആർക്ക് വേണ്ടിയാണിത്? ഇത് സ്നേഹമാണ്. ഇങ്ങനെ ഒരു സ്നേഹപ്രകടനം ചെയ്യണം, ഇങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് നബി പഠിപ്പിച്ചതോ അല്ല. സ്വഹാബിമാർ മനസ്സിലാക്കിയത് ഹബീബിനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ ആ ഹബീബായ നബി തങ്ങൾക്ക് ഒരു പോറലേൽക്കരുത്. പുണ്യ നബിയെ പറ്റി ആരും ഒന്നും മോശമായി പറയുന്നത് കേട്ടു നിൽക്കാൻ കഴിയില്ല. ഹബീബിനെ വിമർശിക്കുന്നത് സഹിക്കാൻ കഴിയില്ല, മനസ്സ് വേദനിക്കും. പുണ്യ നബിയെ പറ്റി ഇടിച്ചു താഴ്ച പറയുന്നത് കണ്ടു നിൽക്കാൻ കഴിയില്ല, കേട്ടു നിൽക്കാൻ കഴിയില്ല. സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറമാണ്. മനസ്സ് പിടക്കുന്നതിന്, മനസ്സ് വേദനിക്കും. വമാ അർസൽനാക ഇല്ലാ റഹ്മതൻ ലിൽ ആലമീൻ. മനുഷ്യർക്ക് മാത്രമല്ല, ലോകങ്ങൾക്ക്, ജീവജാലങ്ങൾക്ക്, ജിന്നുകൾക്ക്, പക്ഷികൾക്ക്, സസ്യലതാദികൾക്ക് എല്ലാം റഹ്മത്തായി വന്ന പുണ്യ നബിയെ, ആ ഹബീബിനെ എങ്ങനെ സ്നേഹിക്കാതിരിക്കാൻ പറ്റും? മദീനയിലേക്ക് തിരിച്ചു നടന്നു വന്നുകൊണ്ടിരിക്കുമ്പോ നൂറുകണക്കിന് സ്വഹാബിമാർ ഹബീബിന്റെ കൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, പുണ്യ നബി തങ്ങളുടെ സ്വഹാബിമാർ ഏതോ രണ്ട് പക്ഷികളുടെ കുഞ്ഞുങ്ങളെ പിടിച്ചു കൊണ്ടുവന്നു. യാത്രയിലാണ് രണ്ട് പ്രാവിന്റെ കുഞ്ഞുങ്ങൾ. جاءت إليك حمامة مشتاقة تشكو إليك بقلب صب واجف. جاءت إليك حمامة مشتاقة تشكو إليك بقلب صب واجف. من أخبر الورقاء أن مقامكم حرم وأنك منزل للخائفين. നൂറുകണക്കിന് ആളുകൾ മാർച്ച് ചെയ്തു പോകുന്ന പട്ടാളത്തിന്റെ കൂടെ അവരുടെ നേതാവുണ്ട്, ലോകത്തിന്റെ ഗുരുവുണ്ട്, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു സ്വഹാബിയുടെ അരികത്തേക്കും പോകാതെ ആ രണ്ട് പക്ഷികളുടെ ഉമ്മയായ തള്ളപ്പക്ഷി, ഒരു പ്രാവ്, ഹബീബിന്റെ തലക്കുമീത വന്ന് പാറി, തലക്കരികത്തുകൂടെ പാറി എന്തൊക്കെയോ വിളിച്ചു പറയുന്നു. ഹബീബാ നബി തങ്ങൾ ആ സൈന്യത്തെ നിർത്തി. അവിടെ ഒരു എമർജൻസി സ്റ്റോപ്പ്, എല്ലാവരും നിൽക്കണം, സ്വഹാബ നിൽക്കണം. ആരാണ് ഈ തള്ളപ്പക്ഷിയെ, അതിന്റെ പിഞ്ചു കുഞ്ഞുങ്ങളായ രണ്ട് മക്കളെ പിടിച്ചുകൊണ്ടുവന്ന് വേദനിപ്പിച്ചവരാരാണ് നിങ്ങളുടെ കൂട്ടത്തിൽ? ആശയം കൃത്യമാണ്. രണ്ട് പക്ഷിക്കുഞ്ഞുങ്ങൾ, മൂന്ന് നബി ഞങ്ങൾ പറഞ്ഞില്ല, ഒന്നെന്ന് പറഞ്ഞില്ല, കുഞ്ഞുങ്ങളൊന്നുമല്ല, രണ്ട് കുഞ്ഞുങ്ങൾ. രണ്ട് പക്ഷിക്കുഞ്ഞുങ്ങളെ ആരാണ് പിടിച്ചു വെച്ചത്? ഈ പക്ഷി എന്നോട് പരാതി പറയുന്നു. അതിന് തിരിച്ചു കൊടുത്തിട്ട് മാത്രം യാത്ര തുടർന്നാൽ മതി എന്ന് ലോകത്തൊരു വിജയപേര് മുഴക്കി വരുന്ന ഒരു നേതൃത്വം, ഒരു ഭരണാധികാരി, ഒരു സൈന്യാധിപൻ രണ്ട് പക്ഷിക്കുഞ്ഞുങ്ങൾക്ക് വേണ്ടി തന്റെ സൈന്യത്തെ പിടിച്ചു നിർത്തിയിട്ടുണ്ടെങ്കിൽ ആ നേതാവിന്റെ പേരാണ് മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈക യാ സയ്യിദനാ യാ റസൂലല്ലാഹ്.
ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ സമിഅനാ വലില്ലാഹി അത്അനാ അല്ലാഹുമ്മ സല്ലി അലാ سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه ആരാണാവോ ഈ പക്ഷിയോട് പറഞ്ഞു കൊടുത്തത്? ഈ സൈന്യത്തിൽ ഒരു മഹാമനുഷ്യനുണ്ട്, ആ മനുഷ്യൻ മുഹമ്മദ് റസൂലുള്ളാഹിയാണ്. അവിടത്തോട് ചെന്ന് പരാതി പറഞ്ഞാൽ നിന്റെ 2 കുഞ്ഞുങ്ങളെ തിരിച്ചു തരാൻ ആ നേതാവിന് കഴിയുമെന്ന് 100 കണക്കിന് ആളുകൾക്കിടയിൽ വെച്ച് ഈ പക്ഷിയോട് പറഞ്ഞതാരാണ്? جاءت إليه حمامة مشتاقة تشكو إليك بقلب صب واجب. കുഞ്ഞുങ്ങളെ നഷ്ടമായ വേദനയിൽ ഒരു മാതൃഹൃദയം, ഒരു ഉമ്മയുടെ കൽബ് പെടഞ്ഞപ്പോ, അതൊരു പക്ഷിയായ ഉമ്മയാണ്, ഒരു പ്രാവായിരുന്നു അത്. ഹബീബായ നബിയേ, മൻ അഖ്ബറൽ വറഖാ, ആരാണ് പ്രാവിനോട് പറഞ്ഞു കൊടുത്തത്? അന്ന മഖാമകും ഹറമുൻ, അങ്ങെന്ന് പറയുന്നത് അല്ലാഹു പരിശുദ്ധമായി വാഴ്ത്തിയ റബ്ബിന്റെ സുരക്ഷിത മേഖലയാണ്. അങ്ങ് അല്ലാഹുവിനാൽ വാഴ്ത്തപ്പെട്ടവരാണ്, അങ്ങ് അല്ലാഹുവിന്റെ സംരക്ഷണമുള്ളവരാണ്. വഅന്നക മൻസിലുൻ ലിൽ ഖായിഫീ, പേടിച്ചു വരുന്നവർക്ക്, സങ്കടപ്പെട്ടു വരുന്നവർക്ക്, ഹൃദയം വിതുമ്പുന്നവർക്ക് കയറിയിരിക്കാനുള്ള വീടാണ് അങ്ങ് എന്ന് ആരാണാവോ ഈ പക്ഷിയോട് പറഞ്ഞത്? നബിയേ, അതങ്ങയോട് വന്നല്ലേ പരാതി പറഞ്ഞത്? ഇത് സ്വഹീഹായ ഹദീസ്. ഇമാം അബൂ ദാവൂദ്, ഹാക്കിം എന്നിവർ ഹദീസുൻ സ്വഹീഹുൽ ഇസ്നാദ്, സ്വഹീഹുൽ ഇസ്നാദായ ഹദീസാണിത്. വെറുതെ ഒരു പക്ഷിക്കഥയല്ല ഇത്. ചരിത്രം അതിനെ രേഖപ്പെടുത്തി. ആ ഹബീബായ നബി തങ്ങളെ ആരാണ് സ്നേഹിക്കാതിരിക്കുന്നത്? ആരാണ് സ്നേഹിക്കാതിരിക്കുക? അവിടെ നിന്നല്ലയോ ലോകത്തിന് റഹ്മത്തായി വന്നത്. സ്വല്ലല്ലാഹു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ്. അവിടുന്ന് ഹിജാമ ചെയ്തു ഒരു ദിവസം. ഹിജാമ, കപ്പിംഗ് എന്ന് പറയും. നമ്മുടെ മോശപ്പെട്ട ബ്ലഡ് ഒക്കെ സ്കിന്നിൽ നിന്ന് എടുക്കുന്ന ഒരു രീതി, അത് സുന്നത്താണ്, പുണ്യ നബി ചെയ്തിട്ടുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹിജാമ ചെയ്തു കഴിഞ്ഞ് ഹബീബായ നബി തങ്ങളുടെ ശരീരത്തിലെ ബ്ലഡ് കളയാൻ വേണ്ടി കൊടുക്കുമ്പോ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു, നമുക്കിത് കേൾക്കുമ്പോ ചില ആളുകൾക്ക് ഒരുപക്ഷെ ഒരു വിമ്മിഷ്ടം തോന്നാം. പക്ഷേ ഇത് ചരിത്രമാണ്, ഇത് യാഥാർത്ഥ്യമാണ്, സംഭവിച്ചതാണ്. അബ്ദുല്ലാഹി ഇബ്നു സുബൈറേ, ഇദ്ഹബ് ബിഹാദദ്ദം, ഈ ചോര നിങ്ങൾ കൊണ്ടുപോയി കളയണേ. ഫഅഹ്രീഖഹ് ഹൈസു ലാ യറാക അഹദ്, ആരും കാണാത്തിടത്ത് കൊണ്ടുപോയി അബ്ദുല്ലാഹ് ഇത് കൊണ്ടുപോയി കളയണേ എന്ന് മഹാനായ അസ്മാ ബീവിയുടെ മകനോട്, സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പേരക്കുട്ടിയോട്, മദീനയിൽ സ്വഹാബിമാർ കടന്നു വന്നപ്പോ ഹിജ്റയ്ക്ക് ശേഷം മദീനയിൽ വെച്ച് ജന്മം കൊണ്ട ആദ്യത്തെ കുഞ്ഞ് സ്വഹാബിയായ കുട്ടി, അതാണ് അബ്ദുല്ലാഹി ഇബ്നു സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു അൻഹുമാ. മദീനയിൽ ജനിച്ച കുട്ടിയാണ്. തങ്ങൾ വഫാത്താകുമ്പോ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ എന്നവർക്ക് 10 വയസ്സായിരിക്കും പ്രായം. ആരും കാണാത്തടത്ത് കൊണ്ടുപോയി ഒഴിക്കണേ എന്ന് ഹബീബിന്റെ ഹിജാമയുടെ രക്തം കൊണ്ടുപോയി ഒഴിക്കാൻ പറഞ്ഞത്. ഇത് പലരും ഒരുപക്ഷെ ദീനിനെയും ഹബീബിനെയും അറിഞ്ഞിട്ടില്ലാത്തവർക്ക് ഒരുപക്ഷെ ഒരൽപ്പം വിയേർഡ് എന്ന് തോന്നിയേക്കാം. സാരമില്ല, മുഅ്മിനീങ്ങൾക്കത് പ്രശ്നമല്ല. ഇത് ഹബീബിന്റെ ചരിത്രമാണ്. നമ്മുടെ ഹദീസിന്റെ കിതാബുകളിൽ ഇമാം ഹക്കീം എന്നവരും ഇമാം തബറാനിയും ഇമാം ഹൈതമിയും റിജാലുഹു റിജാലു സിഖാത്ത് എന്ന് പറഞ്ഞ സംഭവമാണ്.
ആരും കാണാത്തിടത്ത് കൊണ്ടുപോയി ഒഴിക്കണേ എന്ന് പറഞ്ഞ് മഹാനായ അബ്ദുല്ലാഹി തങ്ങളോട് ആ രക്തം കൊടുത്തേൽപ്പിച്ചപ്പോ കുറച്ചു നേരം കഴിഞ്ഞ് അബ്ദുല്ലാഹി തങ്ങളെ കണ്ടപ്പോ തങ്ങൾ ചോദിച്ചു, അബ്ദുല്ലാ, അതെന്തു ചെയ്തു നിങ്ങൾ? ആരും കാണാത്തിടത്ത് കൊണ്ടുപോയി ഒഴിക്കണമെന്നല്ലേ ഞാൻ പറഞ്ഞത്, എന്തു ചെയ്തു? നബിയേ, ആരും കാണാത്തിടത്ത് ഞാൻ അത് ഒഴിച്ചു വെച്ചിട്ടുണ്ട് നബിയേ. അബ്ദുല്ലാഹി ഇബ്നു സുബൈർ എന്നവർ പറഞ്ഞു, നബിയേ, ഇന്നി ശരിബ്തുഹു ലിയസ്ദാദ ബിഹി ഇൽമൻ വ ഈമാനാ. എന്റെ ഹൃദയത്തിലേക്ക് ഈമാനും ഇൽമും വർദ്ധിക്കാൻ വേണ്ടി ഞാനത് കുടിച്ചു നബിയേ എന്ന് അബ്ദുല്ലാഹി ഇബ്നു സുബൈർ എന്നവർ ഹബീബിനോട് പറഞ്ഞത് സത്യമാണ്. എന്തിനെന്നറിയോ നബിയേ, എന്റെ ജനാസ, എന്റെ മയ്യിത്ത് നാളെ ഖബറിലേക്ക് വെക്കുമ്പോൾ അങ്ങയുടെ ശരീരത്തിന്റെ ഭാഗമായ എന്തെങ്കിലും എന്റെ ശരീരത്തിലൊന്ന് കയറട്ടെ എന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു നബിയേ. وليكون شيء من جسد رسول الله في جسدي وجسدي أولى به من الأرض. മണ്ണിനെക്കാളും, മണ്ണിൽ ഒഴിച്ചു കളയുന്നതിനേക്കാളും, ആ മണ്ണിനെക്കാളും അത് കിട്ടാൻ അർഹതയുള്ളത് എന്റെ ശരീരമാണ് നബിയേ എന്ന് അബ്ദുല്ലാഹി ഇബ്നു സുബൈർ എന്നവർ ഹബീബിനോടുള്ള സ്നേഹം കൊണ്ട് 10 വയസ്സ് പ്രായത്തിൽ അത് ചെയ്തിട്ടുണ്ട്. അബ്ശിർ, സന്തോഷിച്ചോളൂ അബ്ദുല്ലാ, ലാ തമസ്സുകന്നാറു അബദാ. ഒരിക്കലും നിങ്ങളുടെ ശരീരം നരകം തൊടില്ല എന്ന് പുണ്യനബി മറുപടി പറഞ്ഞത് ഇത് കേട്ടപ്പോഴാണ്. വൈലുൽ ലക മിനന്നാസ്, അബ്ദുല്ലാ, ജനങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് പരീക്ഷണങ്ങൾ ഏൽക്കേണ്ടി വരും. വവൈലുൽ ലിന്നാസി മിൻക, നിങ്ങൾ ജനങ്ങൾക്ക് പരീക്ഷണമായി മാറും. അങ്ങനെ സംഭവിക്കാൻ പോകുന്നുണ്ട് എന്ന് ഹജ്ജാജ് ഇബ്നു യൂസുഫിന്റെ കരങ്ങളാൽ ദാരുണമായി കൊല്ലപ്പെടുന്ന മോനാണ് അബ്ദുല്ലാഹി ഇബ്നു സുബൈർ എന്നവർ. തങ്ങളുടെ വഫാത്തിന് ശേഷം ഈത്തപ്പനകൾ കുരിശു പോലെ വെച്ച് അതിൽ തളർത്തി കൈകാലുകൾ കെട്ടിയിട്ട് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ എന്നവരുടെ തലമുറിച്ചെടുത്തുകൊണ്ടുവരെ ഹജ്ജാജ് ഇബ്നു യൂസുഫ് എന്ന് രാഷ്ട്രീയ വൈരാഗ്യം തീർത്തിട്ടുണ്ട് അബ്ദുല്ലാഹി ഇബ്നു സുബൈർ എന്നവരോട്. അന്ന് കണ്ണു കാണാത്ത പ്രായത്തിൽ 100 വയസ്സ് പ്രായമുള്ള ഉമ്മ സിദ്ദീഖ് എന്നവരുടെ മോൾ അസ്മാ ബീവി റളിയല്ലാഹു അൻഹാ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ എന്നവരുടെ ജനാസ പോലും താഴെ ഇറക്കാൻ സമ്മതിക്കാതെ മക്കായുടെ കഅബാലയത്തിന്റെ കവാടത്തിങ്കൽ കൊണ്ടുവന്ന് നാട്ടിവെച്ചപ്പോ, മോനെ അബ്ദുല്ലാ, നിന്റെ ദുന്യാവാണ് അവരെടുത്തു കളഞ്ഞത്, എന്നാൽ അവരുടെ ആഖിറമാണ് നീ എടുത്തു കളഞ്ഞത് എന്ന് തന്റെ മോനോട് ധൈര്യമായി ചൂണ്ടിപ്പറഞ്ഞ ഉമ്മയാണ് സിദ്ദീഖ് എന്നവരുടെ ധീരവതിയായിരുന്ന മകൾ അസ്മാ ബിൻത് അബീ ബക്കർ റളിയല്ലാഹു അൻഹാ. ആ സംഭവത്തിലേക്ക് സൂചിപ്പിക്കുകയാണ് നബി തങ്ങൾ 10 വയസ്സുള്ള മോനോടാ പറഞ്ഞത്, മോനെ, നിങ്ങൾ കാരണം ജനങ്ങൾക്ക് പരീക്ഷണം വരും, ജനങ്ങൾ കാരണം നിങ്ങൾക്കും പരീക്ഷണം വരും. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, നിങ്ങളുടെ ഈ ശരീരം ഇനി നരകം തൊടില്ല. ഇത് ഹബീബിന്റെ ശരീരത്തിന്റെ ഒരംശം കലർന്നിരിക്കുന്ന ശരീരമാണ്. എന്തിനാണ് കൊച്ചു മനസ്സിൽ ഇങ്ങനൊരു സ്നേഹം തോന്നിയത്? എന്റെ ശരീരം ഹബീബിന്റെ ശരീരത്തിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് കിട്ടണം എന്ന് പറഞ്ഞ് ദമുൽ ഹിജാമ കുടിച്ച സ്വഹാബി കുഞ്ഞാണ് അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു. ബദർ യുദ്ധം നടക്കുമ്പോ സവാദ് ഇബ്നു ഗസിയ റളിയല്ലാഹു അൻഹു ഇതുപോലെ സമാനമായൊരു സംഭവം ചെയ്തുവല്ലോ. എല്ലാവരും നേരെ നിൽക്കിൻ, സൊഫായി നിർത്തിയപ്പോൾ പുണ്യനബി തങ്ങൾ ഒരു കമാൻഡറാണ്, അവിടുന്ന് നബിയാണ്, അവിടുന്ന് ടീച്ചറാണ്, അവിടുന്ന് അധ്യാപകരാണ്, അവിടുന്ന് കുടുംബത്തിന്റെ ഹെഡാണ്. നബി തങ്ങൾ മുഅല്ലിമാണ്, റസൂലാണ്, എല്ലാമാണ്. ഹബീബായ തങ്ങൾ ബദരീങ്ങളായ സ്വഹാബിമാരെ സൊഫ് ക്ലിയർ ചെയ്യാൻ നിൽക്കുമ്പോൾ അവിടുത്തെ കയ്യിലെ ഒരു ചെറിയ മിസ്വാക്കിന്റെ വടിയുണ്ട്, ഒരു മിസ്വാക്കിന്റെ കഷ്ണം. അതുകൊണ്ട് മഹാനായ സവാദ് എന്നവരുടെ വയറിങ്ങനെ മുന്നോട്ട് നിൽക്കുമ്പോ സവാദേ,
ആ ലൈനിലേക്ക് നേരെ കയറി നിൽക്കൂ എന്ന് പറഞ്ഞ് ഹബീബായ തങ്ങൾ തമാശ രൂപേണ മെല്ലെ ആ വയറൊന്ന് തട്ടിയിട്ടുണ്ട് മിസ്വാക്കിന്റെ വടി കൊണ്ട്. ഇസ്തവിയാ സവാദ്, രണ്ട് സവാദുമാരുണ്ട് സ്വഹാബികൾ അറിയപ്പെട്ടവർ. ഒന്ന് സവാദ് ഇബ്നു ഗസിയ, മറ്റൊന്ന് സവാദ് ഇബ്നു ഖാരിബ് റളിയല്ലാഹു അൻഹു. സവാദ് ഇബ്നു ഖാരിബ് എന്നവരാ ജ്യോത്സ്യനായിരുന്നു, യമനിയാണ്. ഇവരാ തങ്ങളോടൊക്കെ നേരിട്ടങ്ങ് പറഞ്ഞത് ഫകുല്ലി ഷഫീഅൻ ഫകുല്ലി ഷഫീഅൻ യൗമ ലാ ദു ശഫാഅതി ബിമുഗ്നിൻ ഫതീലൻ അൻ സവാദ് ഇബ്നു ഖാരിബി. ഒരു ജിന്ന് വിളിച്ചു പറഞ്ഞിരുന്നു, മക്കയിൽ അന്ത്യപ്രവാചകർ എത്തിച്ചേർന്നിട്ടുണ്ട്. ഹാത്തിഫുൽ ജിൻ. ആ വിളി കേട്ടിട്ട് യമൻ എന്ന് യാത്ര തിരിച്ചു വന്ന സവാദാൻ സവാദ് ഇബ്നു ഖാരിബ് റളിയല്ലാഹു അൻഹു. ഇത് അവരല്ല, ഇത് സവാദ് ഇബ്നു ഗസിയ ബദരിയാണ് റളിയല്ലാഹു അൻഹു. ഇസ്തവിയാ സവാദ്, സവാദേ നേരെ നിൽക്കൂ. ബദർ യുദ്ധം നമ്മൾ അനുസ്മരിക്കുന്നത് റമദാൻ 17 വരുമ്പോഴാണ്. ബദറിൽ പുണ്യനബി തങ്ങൾ പഠിപ്പിച്ച രണ്ട് കാര്യമുണ്ട്. ഒന്നാമത്തേത് അല്ലാഹുവിലേക്ക് കൈയുയർത്തി ദുആ ചെയ്ത് ഹബീബാ നബി തങ്ങളുടെ കുപ്പായ കൈ അങ്ങ് താഴേക്ക് വന്നു. അന്നത്തെ കുപ്പായ കൈ ഇച്ചിരി ലൂസുള്ളതാണ്, കൈ പൊക്കിയാൽ അങ്ങ് താഴേക്ക് ഇറങ്ങി വരും. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, പുണ്യനബി തങ്ങളുടെ ആംപിറ്റിലെ കക്ഷത്തിലെ വെളുപ്പ് നിറം പോലും ഞങ്ങൾ കാണുമാർ അവിടുത്തെ കൈ ആകാശത്തേക്ക് ഉയർന്ന നബി തങ്ങൾ ദുആ ചെയ്യുമായിരുന്നു. ബദർ യുദ്ധം നടക്കുന്നതിന്റെ മുമ്പ് അല്ലാഹുമ്മ പടച്ചവനേ ഇൻ തഹ്ലിക് ഹാദിഹിൽ ഇസാബ ഇൻ തഹ്ലിക് ഹാദിഹിൽ ഇസാബ ഫലൻ തുഅബദ ഫിൽ അർളി അബദാ. ഞാനത് ഇൻ തുഹ്ലിക് ഹാദിഹിൽ ഇസാബ എന്ന് ഒരിക്കൽ പറഞ്ഞിരുന്നു. അപ്പൊ എന്റെ ഗുരുനാഥൻ ബഹുമാന്യരായ ഞങ്ങളുടെ ഉസ്താദ് ഡോക്ടർ ബഹാവുദ്ദീൻ മുഹമ്മദ് നദവി ഉസ്താദ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, തുഹ്ലിക് ഹാദിഹിൽ ഇസാബ എന്ന ആ ഒരു ഇറാബിനേക്കാളും നല്ലത് ഇൻ തഹ്ലിക് ഹാദിഹിൽ ഇസാബ അദബൻ മഅല്ലാഹ്. അള്ളാഹുവിനോട് കാണിക്കുന്ന അദബ് അങ്ങനെയാണ്. അള്ളാഹുവെ നീ നശിപ്പിക്കുകയാണെങ്കിൽ എന്ന് പറയുന്നതിനേക്കാളും ഈ സംഘം നശിച്ചു പോവുകയാണെങ്കിൽ പിന്നെ ആരുണ്ടാവില്ല റബ്ബേ എന്നാണ് പറയേണ്ടത് എന്നെനിക്ക് തിരുത്തി തന്നിരുന്നു. അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. اللهم إن تهلك هذه العصابة فلن تعبد في الأرض أبدا. അല്ലാഹുവേ ഈ ഒരു ചെറുസംഘമെങ്ങാനും ഇവിടെ വഫാത്തായി തീർന്നു പോവുകയാണെങ്കിൽ പിന്നെ നിനക്ക് സുജൂദ് ചെയ്യാൻ ഒരു മനുഷ്യൻ പോലും ലോകത്തുണ്ടാകില്ല റബ്ബേ. അതുകൊണ്ട് 313 സംരക്ഷിക്കണേ, വിജയം തരണേ. പിന്നെ നബി തങ്ങൾ ചെയ്തത് രണ്ടാമത്തേത് ഹക്കടപാടുകളാണ്. ഞാൻ ആരോടെങ്കിലും എന്തെങ്കിലും ഇടപാടുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഗീബത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് പൊരുത്തപ്പെട്ടു തരണേ എന്ന് ഒരു നേതാവ് അനുയായികളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങളാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിന് ഹബീബിന് മടിയുണ്ടായിട്ടില്ല, അതിന് ഹബീബായ തങ്ങൾക്ക് ഈഗോ തോന്നിയിട്ടില്ല. ഞാൻ നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് മാപ്പ് തരണേ എന്ന് ലോകത്തിന്റെ റഹ്മത്തുൽ ലിൽ ആലമീൻ 313 കിടക്കുന്ന ഇസ്വാബയോട് സ്വഹാബികളോട് തങ്ങൾ ചോദിക്കുകയുണ്ടായി. അപ്പോഴാണ് സവാദ് ഇബ്നു ഗസിയ സദസ്സിൽ നിന്ന് എഴുന്നേറ്റ് വരുന്നത്. അനയാ റസൂലല്ലാഹ്, എനിക്ക് വേണം നബിയെ പ്രതികാരം, എന്നെ അങ്ങ് വേദനിപ്പിച്ചിട്ടുണ്ട്. സ്വഹാബിമാർ മുഴുവനും ഞെട്ടിത്തരിച്ചു പോയി. എന്താണ് സവാദ് തങ്ങൾ പറയുന്നത്? പുണ്യ നബിയോടോ തങ്ങളോട് പ്രതികാരമോ? തങ്ങളോട് പ്രതികാരമോ? വികാര നിർഭരമായി നിൽക്കുന്ന നിമിഷം 1000-ഓളം വരുന്ന ഖുറൈശികൾ അവിടെ മദീനക്കകലെ കിടക്കുന്ന ബദറിലേക്ക് മാർച്ച് ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. ബദറിലേക്ക് എത്താറായിട്ടുണ്ട്. അവിടെയാണ് പുണ്യനബി പൊരുത്തപ്പെടിക്കുന്നത്, പൊരുത്തപ്പെടിക്കുകയാണ്. ഇതാണ് ഹബീബുനാ റസൂലുള്ളാഹ്. ഞാൻ ആരെയെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് മാപ്പ് തരണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ
അവരോട് മാപ്പ് ചോദിച്ചിട്ടുണ്ട്. സവാദ് റളിയല്ലാഹു അൻഹു വന്ന് പറഞ്ഞു, നബിയേ, എന്റെ വയറ്റത്തങ്ങ് മിസ്വാക്കിന്റെ ആ ഒരു മരക്കഷ്ണം കൊണ്ട് കുത്തിയിട്ടുണ്ട്. അതിന് പകരം അങ്ങയുടെ വയറ്റത്ത് എനിക്കുമൊന്ന് കുത്തണം. സ്വഹാബിമാർ അത്ഭുതപ്പെട്ടു, എന്താണ് ഈ കാണിക്കുന്നത്? മഹാനവറുകൾ അവിടെ ഒരു ചെറിയ തരത്തിൽ പ്രചൻഡ് ചെയ്യുകയാണ്. മഹാനവറുകൾ യഥാർത്ഥത്തിൽ നബി തങ്ങളെ പ്രതികാരമെടുക്കാൻ പോവുകയല്ല. തങ്ങളിൽ നിന്ന് ഹബീബായ തങ്ങളോട് പറഞ്ഞു, നബിയേ, എന്റെ വയറ്റത്ത് വസ്ത്രമില്ലാതെയായിരുന്നു ഞാൻ നിന്നിരുന്നത്. അപ്പോഴല്ലേ എന്റെ വയറ്റത്തങ്ങ് കുത്തിയത്. അതുകൊണ്ട് അങ്ങയുടെ വയറ്റത്തെ ഷർട്ടൊന്ന് പൊക്കിത്തരണം. അങ്ങയുടെ സ്കിൻ, തൊലി എനിക്ക് കാണണം നബിയേ. فكشف رسول الله صلى الله عليه وسلم عن بطنه. ഒരു മടിയുമില്ലാതെ തങ്ങൾ അവിടുത്തെ മേൽവസ്ത്രം പൊക്കിക്കൊടുത്തു. നബി തങ്ങളുടെ വയറ് കാണുന്ന വിധം പൊക്കിൾ മറഞ്ഞു കിടക്കുന്നു. വയറ് പൊക്കി കാണിച്ചു കൊടുത്തു സല്ലല്ലാഹു അലൈഹി വസല്ലം. പൊക്കിൾ ഔറത്താണ്. ഉംറക്കൊക്കെ പോകുമ്പോൾ ആൾക്കാർ അരമുണ്ടിട്ട് പൊക്കിൾ കാണിച്ച് ഇങ്ങനെ നടക്കണം. നിസ്കാരം ശരിയാവൂല, തവാഫ് ശരിയല്ല, ഔറത്ത് മറക്കാതല്ലേ നടക്കുന്നത്. അറിയാത്തത് കൊണ്ടായിരിക്കും. ശ്രദ്ധിക്കണം. പൊക്കിൾ അല്ലേ, പൊക്കിൾ മറക്കണം, കാൽമുട്ടും മറക്കണം പുരുഷന്മാർ നിർബന്ധമായിട്ട്. അപ്പോഴേ ഇഹ്റാം ശരിയാവുള്ളൂ, നിസ്കാരം ശരിയാവും. പുണ്യനബി തങ്ങൾ വയറ് കാണിച്ചു കൊടുത്തു. فكشف رسول الله صلى الله عليه وسلم عن بطنه فقال استقد. സവാദേ, പ്രതികാരം എടുത്തോളൂ. ചിത്രങ്ങൾ ഇങ്ങനെ കാണാം. ബദർ യുദ്ധം, ബദറിൽ 113 സുഹാബിമാർ എന്താണാവോ സംഭവിക്കാൻ പോകുന്നത് എന്നറിയാതെ ചെറിയൊരു ചാറ്റൽ മഴ അവിടെ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹുവിന്റെ മലക്കുകൾ വരാൻ വേണ്ടി ജബലുൽ മലായികത്തിൽ കാത്തിരിക്കുകയാണ്. ഇറങ്ങി വരാൻ ശത്രുക്കൾ പാട്ടും പാടി മദ്യം കടിച്ച് ഉന്മത്തരായി ചെണ്ടവാദ്യമേളങ്ങളോടുകൂടെ ആർത്ത് ഇരമ്പിക്കൊണ്ട് കടന്നു വരുന്ന സമയത്തിൽ ഒരു ഭാഗത്ത് കൂടിയിരിക്കുന്ന ലോകത്തിന്റെ ഗുരുവും അനുയായികളും നോക്കണം എന്ത് പാഠമാണ് അവിടെ നിന്ന് ലോകത്തെ പഠിപ്പിക്കുന്നത്. സവാദേ ഇസ്തഖിദ്, എന്റെ ശരീരത്തിൽ നിങ്ങൾക്ക് തിരിച്ചു ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന പ്രതികാരം എന്നെയും കുത്തിക്കോളൂ എന്ന് പറഞ്ഞു പുണ്യനബി അവിടുത്തെ പരിശുദ്ധമായ ശരീരം, അവിടുത്തെ വയറിങ്ങനെ കാണിച്ചു കൊടുത്തപ്പോൾ فاعتنقه فقبل بطنه. പുണ്യനബി തങ്ങളെ അങ്ങ് വാരിപ്പുണർന്ന് കെട്ടിപ്പിടിച്ച് ആ വയറ്റത്ത് ഉമ്മ വെക്കുകയാണ് സവാദ് ഇബ്നു ഗസിയ റളിയല്ലാഹു അൻഹു. മാ ഹമലക അലാ ഹാദാ യാ സവാദ്. സവാദേ, നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? പ്രതികാരമെടുക്കണമെന്ന് പറഞ്ഞ് നിങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്ന് ചോദിച്ചപ്പോ, യാ റസൂലല്ലാഹ്, ലോകത്തിന്റെ ഗുരുവേ, അല്ലാഹുവിന്റെ തിരുദൂതരേ, ഹദറ മാ തറാ, അങ്ങ് കാണുന്നില്ലേ ബദറിൽ യുദ്ധമാണ് നടക്കാൻ പോകുന്നത്. 313,000 വരുന്ന ശത്രുക്കളോട് പൊട്ടിപ്പൊളിഞ്ഞ വാളിൻ കഷ്ണങ്ങളുമായി പടപൊരുതാൻ പോകുന്ന നേരമല്ലയോ നബിയേ? ഫഅറച്ചു, എനിക്ക് തോന്നിപ്പോയി, അയ്യകൂന ആഖിറുൽ അഹ്ദി ബിക അയ്യമസ്സ ജിൽദി ജിൽദക, ഒരുപക്ഷേ ഇനി ജീവിതത്തിലേക്ക് മദീനയിലേക്ക് ഇനി ഒരിക്കലൂടെ തിരിച്ചു വരാൻ കഴിയാത്ത വിധം ഞങ്ങളുടെ ശരീരങ്ങളെങ്ങാനും ഛേദനയേറ്റ് ശുഹദാക്കളായി ബദറിൽ വീണുപോയാൽ ഇനി ഒരിക്കലൂടെ നബിയെ അങ്ങയുടെ കൈപിടിക്കാൻ ഒരവസരമുണ്ടാകുമോ എന്നറിയില്ലല്ലോ. ഇനി ഒരിക്കലൂടെ ഹബീബെ അങ്ങയെ മുസാഫഹത്ത് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലോ? അതുകൊണ്ട് ഞാൻ കൊതിക്കുകയാണ് ഖബറിലേക്ക്, മണ്ണിലേക്ക് പോകാൻ നിൽക്കുന്ന ഈ നേരം എന്റെ ശരീരം അവസാനമായി തൊടുന്നത് അങ്ങയുടെ ദേഹമായിരിക്കണം. അതുകൊണ്ടാണ് നബിയെ അങ്ങയുടെ വയറ്റത്ത് ഞാൻ ഉമ്മ വെച്ചത്. ഇത് എന്റെ നാളത്തെ ഖബറിലേക്ക് കൊണ്ടുപോകാനുള്ള എന്റെ പാഥേയമാണ് നബിയെ എന്ന് ഹബീബിനോട് നിഷ്കളങ്കമായ
അതിരുകളില്ലാത്ത, സീമകളില്ലാത്ത, നിർവചിക്കാൻ കഴിയാത്ത ആധ്യാത്മമായ ഈ സ്നേഹത്തെ നമ്മൾ എന്താണ് വിളിക്കേണ്ടത്? ഇതാണ് അഷ്റഫുൽ ഖൽഖ് തങ്ങളുടെ സ്വഹാബിമാർ. والذين جاءوا من بعدهم يقولون ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. സ്വഹാബികളെ, ഉഹദ് മലയോളം വരുന്ന പ്രവർത്തനങ്ങൾ നിങ്ങളുടെ പിൻഗാമികൾ ചെയ്താൽ പോലും നിങ്ങൾ ചെയ്ത ഒരു സ്വാഅ്, ഒരു മുദ്ദിനോളം അത് എത്തുകയില്ല കേട്ടോ എന്ന് ഹബീബിന്റെ സ്വഹാബികളെ സംബന്ധിച്ച്. അവര് അല്ലാഹു തെരഞ്ഞെടുത്തവർ, ഹബീബിന്റെ കൂടെ നിർത്തിയവർ. അങ്ങനത്തെ ഒരു തലമുറ ഈ ലോകത്തതിന്റെ മുമ്പും വന്നിട്ടില്ല, ശേഷവും വന്നിട്ടില്ല. 1,24,000 സ്വഹാബിമാർ. ആ എണ്ണമാണ് ആദം നബി മുതൽ പുണ്യ നബി വരെയുള്ള പ്രവാചകന്മാരുടെ എണ്ണം. 1,24,000. അത്ര തന്നെ സ്വഹാബിമാർ ഹബീബായ നബി തങ്ങൾക്ക് 23 വർഷങ്ങൾ കൊണ്ട് അല്ലാഹു നൽകിയില്ലയോ? അതാണ് മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. كأن الثريا علقت في جبينه وفي جيده الشعراء وفي وجهه القمر عليه جلال المجد لو أن وجهه أضاء بليل حلل البدو والحضر. ഹബീബായ നബിയേ, പൂർണ്ണ ചന്ദ്രൻ ഉദിച്ചിരിക്കുന്ന പോലെയുള്ള മുഖം. വല്ലാഹി റഅയ്തുഹു ഫീ ലൈലത്തിൻ മുഖ്മിറ വഹുവ ഫീ ഹുല്ലത്തിൻ ഹംറാ. ചെമന്ന ഒരു വസ്ത്രം ധരിച്ച് ഹബീബായ നബി തങ്ങൾ അന്ന് രാത്രിയിൽ, പൂർണ്ണ ചന്ദ്രൻ നിലാവുദിച്ച രാവിൽ ഹബീബായ തങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് സ്വഹാബിമാർ. ചന്ദ്രനിലേക്ക് ഞാൻ നോക്കും, ബദറിലേക്ക്, പൂർണ്ണചന്ദ്രന്റെ മുഖത്തേക്ക്. റസൂലുള്ളാഹിന്റെ മുഖത്തേക്കും ഞാൻ നോക്കും. അല്ലാഹുവേ തന്നെയാണ് സത്യം. ലവജ്ഹു റസൂലില്ലാഹി അജ്മലു മിനൽ ബദർ. പൂർണ്ണചന്ദ്രനേക്കാളും 14-ാം രാവിലെ നിലാവൊളിയേക്കാളും എന്റെ ഹബീബിന്റെ മുഖത്താണ് ഒളിയുള്ളത് എന്ന് മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു. നമ്മുടെ നേതാവാണത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന്റെ ഊരിപ്പിടിച്ച വാളെന്ന് പറയുന്ന ഒരു സ്വഹാബിയുണ്ട്. അതാരാണ്? ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു അൻഹു. ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു അൻഹു എത്രയോ യുദ്ധങ്ങളിൽ ധീരതയോടെ ഇടപെട്ട സ്വഹാബിയാണ്. പക്ഷേ വഫാത്തായത് സാധാരണ ഒരു മരണം. ഖാലിദ് റളിയല്ലാഹു അൻഹുവിന്റെ മകളുണ്ട്, അബ്ദ എന്ന് പറയുന്ന മോള്. അബ്ദ മോളെ പേരാണ് അബ്ദ ബിൻതു ഖാലിദ്. ഖാലിദ് റളിയല്ലാഹു അൻഹുവിന്റെ മോളാണ് അബ്ദ ബീവി. പറയുകയാണ്, മാ കാന ഖാലിദുൻ യഅവി ഇലാ ഫിറാഷ്. എന്റെ ഉപ്പയായ ഖാലിദ് റളിയല്ലാഹു അൻഹു കിടന്നുറങ്ങാൻ വരുമ്പോൾ ഇല്ലാ വഹുവ യദ്കുറു ശൗഖഹു ഇലാ റസൂലില്ലാഹ്. ഉറങ്ങാൻ കിടക്കുമ്പോ നമ്മൾ ചോദിക്കൂലേ, മരുന്ന് കുടിച്ചോ, ഗുളിക കഴിച്ചോ, അരിഷ്ടം കുടിച്ചോ എന്നൊക്കെ ചോദിക്കണമെങ്കിൽ ചോദിച്ചോ. അത് കഴിഞ്ഞാൽ ഒരു ചോദ്യമുണ്ട്. അത് കഴിഞ്ഞിട്ട് ഖാലിദ് എന്നവർ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ഹബീബായ നബിയെ ഒന്ന് കണ്ടിരുന്നെങ്കിൽ, പുണ്യ നബിയെ ഞാൻ എപ്പോഴാണോ കാണാൻ പോകുന്നതാവോ, എന്നാണോ എന്റെ റൂഹ് അല്ലാഹു പിടിക്കുന്നത്, എനിക്ക് ഹബീബിനെ ഒന്ന് കാണണമായിരുന്നു. മരിച്ചു കഴിഞ്ഞാൽ
റൂഹ് കൊണ്ട് കാണാനുള്ള അവസരം അല്ലാഹു നൽകും എന്ന് സ്വഹാബിമാർ മുഴുവൻ വിശ്വസിച്ചു. നമ്മൾ മനസ്സിലാക്കണം, മരിച്ചു കഴിഞ്ഞാൽ തീർന്നു എന്നല്ല നമ്മുടെ വിശ്വാസം. മരിച്ചു കഴിഞ്ഞാൽ ജീവിച്ചിരിക്കുന്ന മനുഷ്യന്റെ നിയന്ത്രണങ്ങൾ എടുത്തു മാറ്റപ്പെടുകയാണ്. കാണാത്ത ലോകം അല്ലാഹു കാണിക്കുന്ന ഒരു രംഗമാണ്. ശരീരത്തിന്റെ ബന്ധനത്തിൽ നിന്ന് റൂഹ് അങ്ങോട്ട് മോചിതമായാൽ മകാന ഖാലിദുൻ യഅ്വി ഇലാ ഫിറാശ് ഇല്ലാ വയദ്കുറു ശൗഖഹു ഇലാ റസൂലില്ലാഹ് وإلى أصحابه من المهاجرين والأنصار يسميهم പേര് പറഞ്ഞുകൊണ്ട് പറയും അല്ലാഹ് മുഹാജിറായ സിദ്ദീഖ് എന്നവരെ, ഉമർ എന്നവരെ, ഉസ്മാൻ എന്നവരെ, അലിയാൻ എന്നവരെ, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് എന്നവരെ കാണാൻ കൊതിയാകുന്നു റബ്ബേ. അൻസാരിയായ സഅദ് ഇബ്നു റബീഇനെ, സഅദ് ഇബ്നു ഉബാദയെ, സഅദ് ഇബ്നു അബീ വഖാസ്, മുആദ് ഇബ്നു ജബൽ എന്നവരെ അല്ലാഹുവേ കാണാൻ കൊതിയാകുന്നു. അംർ ഇബ്നുൽ ജമൂഹ് എന്നവരെ, അൻസാരികളായ സ്വഹാബിമാരുടെ പേരുകൾ ഇങ്ങനെ വിളിച്ചു പറയും. എന്നിട്ട് പറയും ഹും മസുലി വഫസുലി, അവരാണ് എൻ്റെ തറവാട്, അവരാണ് എൻ്റെ തറവാട്. വഇലൈഹിം യഹിന്നു ഖൽബി, അവരെ കാണണമെന്ന് ഖൽബ് കൊതിക്കുകയാണ്. ത്വാല ശൗഖി ഇലൈഹിം, കാണാൻ കൊതിയാകുന്നു റബ്ബേ എന്ന് ഖാലിദ് റളിയല്ലാഹു അൻഹു പറഞ്ഞതിന് അർത്ഥം എന്താണെന്നറിയോ? എന്നെ മരിപ്പിച്ചു തരുമോ? ത്വാല ശൗഖി ഇലൈഹിം, എനിക്കവരെ കാണാൻ കൊതിയാകുന്നു റബ്ബേ. ഫഅജ്ജിൽ ബി ഖബ്ദി, എന്റെ റൂഹിനെ നീ പെട്ടെന്ന് പിടിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. ഹത്താ യഗ്ലിബഹുൻ നൗം, ഉറക്കമങ്ങ് വരുന്നത് വരെ ഇത് തന്നെയാണ് വാപ്പ പറഞ്ഞിരുന്നത് എന്ന് ഖാലിദ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയപ്പെട്ട മോൾ അബ്ദാ ബിവി റളിയല്ലാഹു അൻഹ. കൊതിയാണ്, സ്നേഹമാണ്. ഈ സ്നേഹം ഈ ഉമ്മത്തിന്റെ അടിസ്ഥാനമാണ്. സ്വാലിഹീങ്ങളോടുള്ള ഈ സ്നേഹം, ഖൽബ് കൊണ്ട് സജ്ജനങ്ങളെ ഇഷ്ടപ്പെടുന്നത്, അത് വലിയൊരു പോസിറ്റീവ് എനർജിയാണ് അല്ലേ? എന്തൊരു പോസിറ്റീവ് വൈബാണ്. ഈ ഒരു കാലഘട്ടത്തെ നമ്മൾ ഓർക്കുമ്പോൾ തന്നെ കാന അസ്ഹാബു റസൂലില്ലാഹ്, ഹബീബായ നബി തങ്ങൾ ലോകത്തോട് വിട പറഞ്ഞതിന്റെ ശേഷം അവിടുത്തെ സ്വഹാബിമാർ എപ്പോഴെല്ലാം ഹബീബിന്റെ പേര് പറയുന്നുവോ, മുഹമ്മദു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുമ്പോഴെല്ലാം ഇല്ലാ ഖശഉ, മുഹമ്മദ് എന്ന് പറയുമ്പോൾ അവര് പേടിക്കുമായിരുന്നു. വഖശഅറത് ജുലൂദുഹും, ശരീരം അവരുടെ തൊലി ഇങ്ങനെ കോരിത്തരിക്കുമായിരുന്നു. സ്വഹാബിമാരുടേത് വെറുതങ്ങ് പറയാൻ കഴിയില്ല. അത് മുഹമ്മദ് റസൂലുള്ളാഹ്. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി, മാലിക് എന്നവര് ഹദീസ് പണ്ഡിതനാണ്. അയ്യൂബ് സഖ്തിയാനി എന്ന് പറയുന്ന ലോക പ്രസിദ്ധനായ താബിഈയായ മഹാന്റെ ഹദീസ് ഇമാം മാലിക് എന്നവർ രേഖപ്പെടുത്തുന്ന രംഗം പറയുന്നുണ്ട്. മാലിക് എന്നവര് വലിയ കറാമത്തുള്ള മഹാനാണ്. നമ്മൾ എവിടെയോ ക്ലാസ്സിന് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. വാതില് മക്കയിലേക്ക് ഹജ്ജിന് വന്നപ്പോഴേ കൂടെയുള്ള ആളുകളോട് ചോദിച്ചു, ഔലിയാക്കന്മാർക്ക് കറാമത്തുണ്ട് എന്നത് നിങ്ങൾക്കറിയുമോ? താബിഈങ്ങളിൽ അത്ര അറിവില്ലാത്ത ആ കാലഘട്ടത്തിൽ ദീൻ പുതുതായി സ്വീകരിച്ച ആൾക്കാരൊക്കെ കൂടേണ്ട ഹജ്ജിന് വന്നപ്പോഴേ ചിലപ്പോ കറാമത്ത് അങ്ങനെ സംഭവം ഉണ്ടോ? കറാമത്തുണ്ട് മുഅ്മിനീങ്ങളെ, അത് ശരിയാണ്. ഔലിയാക്കന്മാർക്ക് അല്ലാഹു കറാമത്ത് നൽകുന്നുണ്ട്, അത്ഭുതങ്ങൾ അവർ ചെയ്യുന്നുണ്ട്. എല്ലാം മായാവിക്കാന്ന് പറയാൻ നിൽക്കണ്ട. അതിൽ അസലുള്ളതും ഇല്ലാത്തതൊക്കെ ഉണ്ടാവും. അസലുള്ളത് കറാമത്താണ്, അസലില്ലാത്തതിനെ പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ വിളിച്ചു. പക്ഷെ അടിസ്ഥാനമുള്ള സംഭവങ്ങൾ അല്ലാഹുവിന്റെ ഔലിയാക്കന്മാർക്ക് സംഭവിക്കും. എക്സ്ട്രാ ഓർഡിനറി തിങ്സ് വിച്ച് ഇസ് ഔട്ട് ഓഫ് ദ സെൻസറി ഫാക്കൽറ്റി. നമുക്ക് അതിനെ വ്യാഖ്യാനിക്കാൻ കഴിയില്ല, സയൻസ് കൊണ്ട് ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയില്ല. നിങ്ങൾക്കറിയുമോ കറാമത്ത് എന്ന് പറഞ്ഞ സംഭവം എന്ന് ചോദിച്ചപ്പോ അസ്ഹാബ് പറഞ്ഞു, ഞങ്ങൾ കേട്ടിട്ടുണ്ട്. ചില പറഞ്ഞു ഞങ്ങൾക്ക് അറിയില്ല. അതൊരു പാറയുണ്ട്, പാറ, മക്കയിലെ പർവ്വതങ്ങളൊക്കെ പാറകളല്ലേ. ഒരു പാറയിൽ ഇങ്ങനെ വിരൽ വെച്ചിട്ട് പറഞ്ഞു, ദാഹിക്കുന്നവരുണ്ടോ?
വെള്ളം ആവശ്യമുള്ളവരുണ്ടോ? ആ വന്നോളൂ, വെള്ളമുണ്ട് ഇവിടെ എന്ന് പറഞ്ഞ് വിരലങ്ങ് എടുത്തപ്പോ വെള്ളം അണപൊട്ടി ഒഴുകിയിട്ടുണ്ട് മക്കയിൽ. അയ്യൂബ് സഖ്തിയാനി എന്ന മഹാന്റെ പേര്. കൂടെയുള്ള ഹജ്ജിന് വന്ന ആളുകൾ മുഴുവനും വെള്ളം നിറച്ചു. കുറെ ആൾക്കാർ കുടിച്ചു, കുറെ തോൽപാത്രങ്ങൾ നിറച്ചു വെച്ചു. എല്ലാവർക്കും മതിയായില്ലേ എന്ന് ചോദിച്ചു. വിരല് വെച്ചിട്ട് പറഞ്ഞു വെള്ളം നിർത്തുകയാണ്. ആ പരിശുദ്ധമായ മഹാന്റെ വിരല് വെച്ചപ്പോ വെള്ളം അവിടെ നിന്നിട്ടുണ്ട്. എന്നിട്ട് പറഞ്ഞു, ഞാൻ മരിക്കുന്നത് വരെ ഈ സംഭവം നിങ്ങൾ ലോകത്തോട് പറയരുത്. അത് വേറൊരു ക്വാളിറ്റിയാണ്, അതൊരു വല്ലാത്ത വർത്തമാനമാണ്. ഇതൊന്നും പബ്ലിസിറ്റി ചെയ്തിട്ട് എന്ത് ചെയ്യണ്ട, നിങ്ങൾ തട്ടിപ്പ് നടത്തണ്ട, ഒന്നും വേണ്ട, അതൊന്നും പറയണ്ട. ഞാൻ മരിച്ചിട്ട് വേണമെങ്കിൽ പറഞ്ഞു, ഞാൻ കേൾക്കൂലല്ലോ. അങ്ങനത്തെ കറാമത്ത് കാണിച്ച അയ്യൂബ് സഖ്തിയാനിയുടെ ഹദീസ് ഇമാം മാലിക് എന്നിവർ രേഖപ്പെടുത്താൻ സമയമെടുത്തിട്ടുണ്ട്. മാലിക് എന്നവർക്കറിയാം അയ്യൂബ് സഖ്തിയാനിയുടെ കയ്യിൽ ഹദീസുകളുണ്ട്. പക്ഷേ മാലിക് ഇമാം നോക്കുന്നത് അയ്യൂബ് സഖ്തിയാനിയുടെ ഖൽബിൽ അല്ലാഹുവിന്റെ റസൂലിനോട് എത്ര സ്നേഹമുണ്ട് എന്നറിയണം. എന്നിട്ട് മതി ഹദീസ്. അതുകൊണ്ടാണ് അറിവ് മാത്രമല്ല വിഷയം, ഖുർആനിന്റെ സൂറത്തിന്റെ നമ്പറും ആയത്തിന്റെ നമ്പറും മനപ്പാഠം, സ്വഹീഹുൽ ബുഖാരിയിലെ ഇത്രാമത്തെ ഹദീസ് എന്ന് പറയാൻ അറിയാം. ഇങ്ങനെയൊക്കെ ആണെങ്കിലും പുണ്യനിബിതങ്ങൾ അഷ്റഫുൽ ഖൽഖിന്റെ അപദാനങ്ങൾ വാഴ്ത്തപ്പെടുന്ന മജ്ലിസ് കാണുമ്പോൾ ഇത് ചെയ്യാൻ പാടില്ലെന്ന് പറയുന്നത് അദബുകേടാണത്. മിനിമം അദബുകേടാണ്. ഹബീബായ തങ്ങളുടെ അപദാനങ്ങൾ റബീഉൽ അവ്വലിൽ വാഴ്ത്തപ്പെടുമ്പോൾ അത് തെറ്റാണ് എന്ന് പറയുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ മിനിഞ്ഞാന്ന് അബുദാബിയിൽ ഒരു 1.5 മണിക്കൂർ 2 മണിക്കൂർ ക്ലാസ് ഇത് തന്നെയായിരുന്നു. ബിദ്അത്ത് എന്ന് പറഞ്ഞത് ഹസനത്തും സയ്യിഅത്തും 2 തരത്തിലുണ്ട് എന്ന് 4 മദ്ഹബിന്റെ ഇമാമുമാർ, ഇമാം ഷാഫി തങ്ങളടക്കം, ഇമാം നവവി തങ്ങളടക്കം, മഹാനായ ഇസ്ദ് ഇബ്നു അബ്ദുസ്സലാം തങ്ങളുടെ ഇവരുടെയൊക്കെ ഫത്വകൾ നിരത്തിക്കൊണ്ട് സംസാരിച്ചിരുന്നു. ഇനി എപ്പോഴും തങ്ങളുടെ കാലത്ത് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഹറാമ ബിദ്അത്ത് എന്ന് പറയാൻ നിൽക്കണ്ട. ഒരുപാട് നന്മകൾ പുണ്യനിബിതങ്ങൾ ഓപ്പൺ ചെയ്തു വെച്ചതും ചെയ്യാൻ പറ്റുന്നത്, ദീനിന്റെ ശരീഅത്തിന്റെ പരിധിക്കുള്ളിൽ വരുന്നത്. ദീനിനെതിരാണോ, ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ, ചെയ്യരുത്. തങ്ങളുടെ ജന്മദിനം വരുന്നു, ആ ദിവസം സന്തോഷിക്കുന്നു, നമ്മൾ ഭക്ഷണം കൊടുക്കുന്നു, കുട്ടികൾ പാട്ടുപാടുന്നു, ബൈത്ത് ചൊല്ലുന്നു, നഷീദുകൾ പാടുന്നു. അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്തതൊന്നും അവിടെ ചെയ്യുന്നില്ല. എന്ത് കുഴപ്പമുള്ളത്? തങ്ങളുടെ മൗലിദ് സമയത്ത് സംഭവിച്ച അന്നത്തെ അത്ഭുതങ്ങൾ നമ്മുടെ റിവായത്തുകൾ വായിക്കുന്നു, അറിയുന്നു, പഠിക്കുന്നു. നല്ലതല്ലേ? അതൊക്കെ ഇനി ഇപ്പോഴും പാടില്ല എന്നൊക്കെ പറഞ്ഞാൽ എന്താ ചെയ്യാ? അത് പറയരുത്. ബിദ്അത്താണ്, കുല്ലു ബിദ്അത്തിൻ ളലാല എന്ന ഹദീസ് ആമുൻ മഖ്സൂസാണ് എന്ന് വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട്. വെറുതെ ക്ലിപ്പുണ്ടാക്കി മനുഷ്യന്മാരെ ഫിത്തനാക്കണ്ടെന്ന് വിചാരിച്ചിട്ട് എല്ലാ കൊല്ലം ഒരു റബീഉൽ അവ്വലായാൽ നബി തങ്ങളുടെ കാലത്ത് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ ശരി തന്നെയാണ് എന്ന് ഞാൻ പറഞ്ഞോട് അവിടെ കട്ട് ചെയ്തിട്ട് പിന്നെ മൂപ്പരവാകാം. അത് ചെയ്തിട്ടില്ല എന്ന് വിചാരിച്ച് ഇത് ഹറാമല്ല എന്നാ പറയാൻ പോണത്. അത് പറയാൻ വിടൂല, അപ്പോഴും ക്ലിപ്പാക്കും. അതൊന്ന് മനസ്സിലാക്കി തരാൻ, ബിദ്അത്ത് ളലാലത്തും ബിദ്അത്ത് ഹവയും ബിദ്അത്ത് ഹുദയും രണ്ടുമുണ്ട് എന്ന് നമ്മുടെ മദ്ഹബിന്റെ ഇമാമിങ്ങളുടെ അഭിപ്രായങ്ങൾ എടുത്തുകൊണ്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഒന്നല്ലേ വസ്വാസ് ഇല്ലാണ്ടിരിക്കാൻ, വെറുതെ അതും പറഞ്ഞിരിക്കേണ്ട. ഇന്നത്തെ കാലം പുണ്യനിബിതങ്ങൾ അറിയാനുള്ള സർവ്വ അവസരങ്ങളും ഉപയോഗിക്കണം. ലോകത്തിനെ പരിചയപ്പെടുത്തി കൊടുക്കണം ആരാണ് നിബിതങ്ങൾ. ഒരു കുഴപ്പമില്ല, കൂലി കിട്ടും. മഹാനായ സയ്യിദ് അലവി മാലിക്കി മക്കിയുടെ ഫത്വ ഞാനൊന്ന് ഉദ്ധരിച്ചിരുന്നു. ചെയ്യേണ്ട കാര്യമാണ് മൗലിദ് പാരായണങ്ങൾ നടത്തണമെന്ന് ഹിജ്റ 1300 വഫാത്തായ മഹാനവറുകളുടെ ഫത്വ ഞാൻ വായിച്ചിരുന്നു. ഇതൊക്കെ ഉണ്ടായിരിക്കെ വെറുതെ ബിദ്അത്താണ് എന്ന് പറഞ്ഞ് നടക്കരുത്. ആ ഹദീസ് എല്ലാം വലാലത്താണെന്ന് അതിനർത്ഥമില്ല എന്ന് മഹാനായ ഇസ്ദ് ഇബ്നു അബ്ദുസ്സലാം, മഹാനായ നവവി റഹ്മത്തുള്ളാഹി തആല അലൈഹി, മഹാന്മാരായ ഇബ്നു ഹജർ അൽ അസ്ഖലാനി തങ്ങൾ, ഇവരൊക്കെ അതിനെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബ്ബത്ത്, ആ മഹബ്ബത്ത് ഹൃദയത്തിലുണ്ടോ എന്ന് പരിശോധിക്കാൻ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി ഒരു അവസരം കാത്തിരിക്കുകയാണ്. അങ്ങനെ മഹാനായ അയ്യൂബ് സഖ്തിയാനി എന്ന ഈ മഹാൻ പാറയിൽ വിരൽ വെച്ച് കറാമത്ത് കാണിച്ചു കൊടുത്ത മഹാൻ ഹജ്ജ് ചെയ്യാൻ മാലിക് എന്നവരുടെ കൂടെ ഉണ്ട്. നമ്മുടെ അപ്പോ
നമ്മുടെ ഈ പരിപാടിക്ക് ആവശ്യമായ ചെലവിലേക്ക് നമ്മൾ ഓരോരുത്തരും കഴിയുന്ന സഹായം, നല്ലൊരു സഹായം ചെയ്യണേ. നമ്മുടെ വീട്ടിലൊരു പന്തലിട്ട് എത്ര ചെലവ് എന്നറിയാലോ. അത്രയും വലിയ പന്തലും ഈ സംഭവങ്ങളൊക്കെ ചെയ്യുമ്പോഴേ നല്ല ചെലവുണ്ടാകും. നമുക്ക് വേണ്ടി നിങ്ങൾക്കൊക്കെ ഇരിക്കാനല്ലേ ഇത് ഉണ്ടാക്കിയത് അല്ലേ? അങ്ങനെ ഒരു അവസരം ഇല്ലെങ്കിൽ നമുക്കിത് സാധ്യമാകുമായിരുന്നു. അതുകൊണ്ടെല്ലാവരും ഇത് നമ്മുടെ പരിപാടിയാണെന്ന് വിചാരിച്ച് എന്തെങ്കിലും ബാക്കി വന്നാൽ നമ്മുടെ ആംബുലൻസിന്റെ കാര്യത്തിലേക്ക് കൊടുക്കണം. അതുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ശുക്രൻ. ഇതാണ് നമ്മളെ കോയ സാഹിബ് ഫജൽ. അൽഹംദുലില്ലാഹ് നമ്മളെ ലൈവ് ചെയ്യുന്ന സുഹൃത്താണ്. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ആമീൻ. നമ്മളെല്ലാവരും ഒരു സ്വലാത്തിൽ ഇരുന്നാലെന്നുണ്ട്. ഞാൻ ബാക്കി ഇതിന്റെ ചരിത്രം പറയാം. ഒന്ന് സ്വലാത്ത് ചൊല്ലിയിരിക്കും. 3 സ്വലാത്ത് പേഴ്സൊക്കെ ഒന്ന് എടുക്കാനൊക്കെ നല്ലതാണ്. എണീറ്റിരിക്കുമ്പോ അന്ന് എണീറ്റ് നിന്നൊക്കെ സ്വല്ലൂ അലൻ നബി മുഹമ്മദിൻ വആലിഹി. സ്വലാത്ത് തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം, നമ്മൾ സ്വലാത്ത് ചൊല്ലിയാൽ അത് ഹബീബിന്റെ റൗദയിൽ എത്തും, ഉറപ്പാണ്. ഇവിടുന്ന് മൊബൈലിൽ വെറുതെ മെല്ലെ പറഞ്ഞാൽ അവിടെ എത്തണില്ലേ? സൗദിക്ക് കേൾക്കണില്ലേ? അങ്ങ് യൂറോപ്പിലേക്ക്, UK യിലേക്ക്, ലണ്ടനിലെ മക്കൾക്ക് വിളിക്കണില്ലേ? ഇവിടുന്ന് മെല്ലെ ഉറക്ക തെങ്ങമ്മക്കാര് പറയേണ്ട ആവശ്യമുണ്ടോ? മെല്ലെ പറഞ്ഞ പോരെ. ഹബീബിന്റെ റൗദയിലും കേൾക്കും മെല്ലെ പറഞ്ഞാൽ. പിന്നെ അത് ഡയറക്റ്റ് അവിടെ തന്നെ എത്തും. നമ്മൾ ആരുടെ നമ്പറാണോ ഡയൽ ചെയ്യുന്നത്, കോടിക്കണക്കിന് നമ്പറുകൾ നമ്മുടെ സാറ്റലൈറ്റ് വഴി, നമ്മുടെ റിസീവർ വഴി മൊബൈലുകളിലേക്ക് പോകുന്നുണ്ട്. ആരെങ്കിലും മിക്സ് ആകുന്നുണ്ടോ? മയമുട്ടിക്ക് വിളിച്ചിട്ട് പിന്നെ കുഞ്ഞമ്മക്കാന്റെ ഫോണിക്ക് പോകുന്നുണ്ടോ? ഇല്ല, ആ നമ്പറിലേക്ക് തന്നെ പോവുക. എന്ന പോലെ നിങ്ങളുടെ സ്വലാത്ത്, നിങ്ങളുടെ ശബ്ദവും അതിന്റെ ലേബൽ അടക്കം ഹബീബിന്റെ റൗദയിലേക്ക് അള്ളാഹു എത്തിച്ചു കൊടുക്കുകയും അത് തിരിച്ചറിഞ്ഞ് നബി തങ്ങൾ മറുപടിയും പറയുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ മുള്ളമ്പാറയിലെ നമ്മുടെ ഈ ശിഹാബ് തങ്ങൾ മെമ്മോറിയൽ റിലീഫ് സെല്ലിന്റെ നമ്മുടെ ഈ നഗരിയുടെ പേരെന്തായിരുന്നു? നമ്മുടെ ഹാജിയുടെ പേരെന്തായിരുന്നു? AP മൊയ്തീൻ ഹാജിയുടെ ആ ഒരു പേരിലുള്ള ഈ നഗരയിൽ നിന്ന് ഹബീബിന്റെ റൗദയിലേക്ക് സ്വലാത്തുകൾ വരുന്നത് പുണ്യ നബി തങ്ങൾ അറിയും. നിങ്ങളുടെ പേരും നിങ്ങളുടെ വാപ്പയുടെ പേരും നിങ്ങളുടെ തറവാടും ഹബീബിന് അല്ലാഹു അറിയിച്ചു കൊടുക്കുമെന്ന് നബി തങ്ങൾ പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നമ്മൾ വെറുതെ അങ്ങോട്ട് പറയല്ല, ഇത് അവിടേക്ക് എത്തുന്നൊരു മെസ്സേജാ. ആ ബോധത്തിൽ സ്വലാത്ത് ചൊല്ലുക. 3 സ്വലാത്ത് ശരിക്കും മനസ്സിലിങ്ങനെ മദീനയെ മനസ്സുകൊണ്ടൊന്ന് കാണുക. പച്ചക്കുബ്ബയെ നമ്മളൊന്ന് കൽബിൽ കൊണ്ടുവരിക. ഉംറക്ക് ഇതുവരെ പോയിട്ടില്ലാത്തവരൊന്ന് കൈപൊക്കിയാട്ടെ. മദീനയിലൊന്നും എത്താൻ പറ്റിയിട്ടില്ല. യാ റബ്ബ്, അല്ലാഹുവേ, ഈ സദസ്സിന്റെ ഹുർമത്ത് കൊണ്ട് ഇവരെല്ലാവർക്കും വളരെ പെട്ടെന്ന് നിന്റെ പരിശുദ്ധമായ 2 ഹറമുകളിലും എത്താൻ അല്ലാഹു നീ തൗഫീക്ക് നൽകണേ പടച്ചവനെ. അവിടെ പോയവർക്ക് വീണ്ടും അവിടെ എത്താൻ അല്ലാഹു തൗഫീക്ക് തരട്ടെ. അത് നമ്മുടെ ഹെഡ്ക്വാർട്ടേഴ്സ്. അവിടെ ചെന്നിട്ട് ഇടക്കിടക്ക് ഈമാൻ ഇങ്ങനെ പുതുക്കി കൊണ്ടുവരണം. വണ്ടിന്റെ സർവീസ് ചെയ്ത് കൊണ്ടുവരൂലേ? ഇടക്കിടക്ക് സർവീസ് ചെയ്താലേ ഇതിന്റെ റണ്ണിങ് ശരിയാവും. അല്ലെങ്കിൽ നമ്മുടെ മനസ്സ് ഇതിലൊക്കെ പോയി കളയും. ഒന്ന് പെട്ടെന്നൊരു ഉംറയും ഒരു സിയാറത്തും ഹബീബിനെ ചെയ്തുകൊണ്ട് ഇടക്കിടക്ക് ഈമാനെ പുതുക്കണം. അതിന് പറ്റുന്നവര് താബിഉ ബൈനൽ ഹജ്ജ് വൽ ഉംറ, ഹജ്ജും ഉംറയും ഇടക്കിടക്ക് ചെയ്തുകൊണ്ടിരിക്കണം. അതുകൊണ്ട് നമ്മൾ ചൊല്ലുന്ന സ്വലാത്ത് നമ്മളൊന്ന് കണ്ണ് ചിമ്മിയിട്ട് ചൊല്ലുകയാണേ. 3 അത് കഴിഞ്ഞിട്ട് നിങ്ങൾ പൈസ എടുത്താൽ മതി. ബക്കറ്റ് കൊടുക്കാനുള്ളത് ഇപ്പൊ അതിനെ പറ്റി പ്രത്യേകിച്ച് 3 സ്വലാത്ത് നമ്മൾ മനസ്സുകൊണ്ട് മുമ്പൊരിക്കലും നമ്മൾ ചൊല്ലിയിട്ടില്ലാത്ത വിധം ഖൽബ് കൊണ്ട് നമ്മൾ ചൊല്ലാൻ പോവാ. ഖൽബിൽ ഓർത്തുകൊണ്ട്, നാവുകൊണ്ട് നമ്മൾ ചൊല്ലാൻ പോകുന്നു എന്ന് ഹബീബ് പറയുന്നു. തിരിച്ച് നബി നിങ്ങൾ മറുപടിയും പറയുന്നു. 3 സ്വലാത്ത് ഇപ്പൊ ചൊല്ലുന്നത് നിങ്ങൾ പറ്റുന്ന അത്ര ചൊല്ലിക്കോട്ടെ. ഓക്കെ. صلوا على النبي محمد صلى الله عليه وسلم وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. الله സ്വീകരിക്കട്ടെ.
ഓരോന്നിനും 10-30 സ്വലാത്ത് തിരിച്ച് നമുക്ക് ഇങ്ങോട്ട് ഹബീബിന്റെ പ്രാർത്ഥന കിട്ടിയിരിക്കുമ്പോൾ വലിയൊരു ഭാഗ്യല്ലേ? ഇൻഷാ അല്ലാഹ് നിങ്ങൾ നമ്മുടെ പ്രവർത്തകർ വരുമ്പോൾ നിങ്ങൾ നല്ലൊരു സ്വതക്ക കയ്യിൽ കരുതണേ. ഒരു പരിപാടി കഴിഞ്ഞാലും എന്തെങ്കിലും നമ്മുടെ റിലീഫ് നമ്മുടെ ആംബുലൻസിലേക്ക് ആവശ്യമായത് വല്ലതുണ്ടോ, ഞങ്ങൾ എന്തെങ്കിലും ചെയ്തു തരണോ എന്ന് ചോദിച്ചിട്ട് നിങ്ങൾ അതിലേക്ക് സഹായിക്കണം ഇൻഷാ അല്ലാഹ്. VK പാലസ് ഉടമ 1,00,000 രൂപ നമ്മുടെ ആംബുലൻസിലേക്ക് VK ഹംസ സാഹിബ് സംഭാവന ചെയ്തിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്. അല്ലാഹു നീ സ്വീകരിക്കണേ പടച്ചോനെ. ഇപ്പൊ 3 ലക്ഷമായി. അപ്പൊ ഇനി നമുക്കൊരു 5 കൂടെ വേണ്ടത്. ഇൻഷാ അല്ലാഹ്. ഇരിക്കി ജസാക്കുമുല്ലാഹ് ഖൈർ. നിങ്ങൾ പൂർത്തിയാവുന്നേ ഇൻഷാ അല്ലാഹ്. നിങ്ങൾ മാനം കെടുത്തത് എന്നെ വിളിച്ചിട്ട് ഇവിടെ ഒരു പിരിവ് അടക്കാറില്ല. അപ്പൊ ഇതെങ്കിലും ഇവിടെ നടന്നു കിട്ടിയെന്ന് കേൾക്കുമ്പോൾ ഒരു സന്തോഷമായിരിക്കും സംഘാടകർക്ക്. ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്നെ കൊണ്ടുവന്ന് വെറുതെ പന്തലും മൈക്കും വെച്ച് നിങ്ങൾക്ക് ചെലവ് എന്നല്ലാണ്ട് നിങ്ങൾക്ക് പൈസ കിട്ടുമെന്ന് എനിക്ക് ഒരു ഗ്യാരണ്ടി ഇല്ല കേട്ടോ. ആയിക്കോട്ടെ, സാരമില്ല, ഞങ്ങൾക്ക് വേദന നടന്നാൽ മതി എന്ന് പറഞ്ഞു. എന്നായിക്കോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഇപ്പൊ ഇത് ഉണ്ടായത്. 2 മാസം മുമ്പാണ്. അൽഹംദുലില്ലാഹ്. എന്നാലും ആഗ്രഹം ഉണ്ടല്ലോ, ഒരു കാര്യം പറയുമ്പോൾ നമ്മളിത് ആക്കി കൊടുക്കാൻ പറ്റുകയെന്നുള്ളത്. അപ്പൊ ഒന്ന് ആഞ്ഞു പിടിച്ച് സഹായിക്കണേ. അള്ളാഹു തൗഫീഖ് തരട്ടെ. അള്ളാഹു പൈസ തന്നിട്ടുണ്ടോ, അള്ളാഹുവിന്റെ വഴിയിലേക്ക് കൊടുക്കണം. അതിന്റെ സുമനസ് അള്ളാഹു നമുക്ക് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ചൂടുക്കണ്ട പന്തലിടുമ്പോൾ കാറ്റ് കുറവുണ്ടാവും അല്ലേ? വിയർക്കണുണ്ടോ? നിർത്തണോ? നമ്മൾ 9:30 തുടങ്ങിയത്, ഇപ്പൊ 10:00. 1 മണിക്കൂർ കൂടെ പോവില്ലേ? അള്ളാഹു നമ്മുടെ ഈ മജ്‌ലിസ് ദുആക്ക് ഉത്തരം കിട്ടണം. ഒരുപാട് കാര്യങ്ങൾ അള്ളാഹിനോട് ചോദിക്കണം നമുക്ക്. നിങ്ങളൊക്കെ ആമീൻ പറയുമ്പോൾ അതിനൊക്കെ അള്ളാഹു ഉത്തരം തരും. അള്ളാഹു തആല നമ്മുടെ സദസ്സിനെ ഖബൂൽ ചെയ്യട്ടെ. നമ്മൾ ചോദിക്കാൻ പോകുന്നതും വിട്ടുപോകുന്നതുമായ എല്ലാ ഖൈറും അള്ളാഹു നമുക്ക് തരട്ടെ. നമ്മൾ റബ്ബിനോട് കാവൽ ചോദിക്കുന്ന ഷർറും കാവൽ ചോദിക്കാൻ വിട്ടുപോകുന്ന ഷർറിൽ നിന്നൊക്കെ അള്ളാഹു നമ്മളെല്ലാവരെയും റബ്ബ് തആല കാത്തു രക്ഷിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മൾ സ്വലാത്ത് ചെല്ലുമ്പോഴേ വിഷയത്തിലേക്ക് വരാം. വഅലാ ആലി സയ്യിദിന മുഹമ്മദ്. തങ്ങളുടെ ആല് എന്ന് പറഞ്ഞാൽ തങ്ങളുടെ കുടുംബം എന്നാണ് ആ വാക്കിനർത്ഥം. അറബിയിലെ ആൽ ബൈത്ത് എന്ന് പറഞ്ഞാൽ അഹ്ലു ബൈത്ത്, തങ്ങളുടെ സയ്യിദന്മാർ. നമ്മൾ തങ്ങന്മാരെന്ന് പറയില്ലേ? ഇപ്പൊ നമ്മുടെ CSK ശിഹാബ് തങ്ങളെ നമ്മുടെ അധ്യക്ഷൻ. അപ്പൊ എനിക്ക് പുതിയ അറിവാണ്. CSK തങ്ങൾ ഓരോ ഉപ്പ പേരാമ്പ്ര. പെട്ടെന്ന് ചോദിച്ചു, ഉപ്പ പേരാമ്പ്രക്കാരനാണല്ലോ, നിങ്ങളെങ്ങനെ എവിടെ എത്തി? അൽഹംദുലില്ലാഹ്. അപ്പോ അവരുടെ ഉപ്പ വലിയ ദീനിന്റെ ഖാദിമായിരുന്നു. സമസ്തകളുടെ ജമിയത്തുൽ ഉലമക്ക്, പ്രത്യേകിച്ച് ജമിയത്തുൽ മുഅല്ലിമീന് വേണ്ടി ഒരുപാട് സേവനം ചെയ്ത സുന്നി മഹല്ല് ഫെഡറേഷനൊക്കെ കോഴിക്കോട് ജില്ലയിലൊക്കെ വലിയ സേവനം ചെയ്ത ഒരു വലിയ മഹാനായിരുന്നു നമ്മുടെ CSK ശിഹാബ് തങ്ങളുടെ ഉപ്പ. CSK തങ്ങൾ എന്നാ അവരെ അറിയപ്പെടുക. അപ്പൊ അവർ വഫാത്താകുന്നതിന് മുമ്പ് അവരെ വീട്ടിലൊക്കെ പോയി എനിക്ക് കാണാൻ അവസരം ഉണ്ടായിരുന്നു. അള്ളാഹുയുടെ ഖബറിടം സ്വർഗ്ഗത്വമാക്കി കൊടുക്കട്ടെ. അവരുടെ അനിയനുണ്ട് അലിത്തങ്ങൾ. ഞാൻ ചോദിച്ചു, അലിത്തങ്ങളൊക്കെ അറിയും, അവരൊക്കെ ജ്യേഷ്ഠാനുജന്മാരാണ്, അവരൊക്കെ വളരെ അടുത്ത സുഹൃത്തുക്കളാണ്. CSK തങ്ങൾ പേരാമ്പ്ര. അള്ളാഹു അവരുടെയൊക്കെ ഖബറിടം സ്വർഗ്ഗത്വമാക്കി കൊടുക്കട്ടെ. സയ്യിദന്മാരുടെ പേരിലും അള്ളാഹുവേ നീ സ്വലാത്തും സലാമും ചെയ്യണേന്ന്. അതുകൊണ്ട് ഹദീത്തിന്റെ കിതാബിലൊക്കെ സുഹൈഹുൽ ബുഖാരിയിലെ അലി റളിയല്ലാഹു അൻഹു സംബന്ധിച്ച് അലിയിൻ അലൈഹിസ്സലാം എന്ന് സ്വഹീഹുൽ ബുഖാരിയിൽ കാണും. അലി തങ്ങൾ നബിയായിട്ടല്ല, അഹ്ലു ബൈത്തിന് അലൈഹിസ്സലാം എന്ന് പറയുന്ന പോലെ അഹ്ലു ബൈത്തിനും അലൈഹിസ്സലാം. ഫാത്തിമ അലൈഹസ്സലാം റളിയല്ലാഹു അൻഹ നമ്മൾ പറയാറുള്ളത്, പക്ഷെ അലൈഹസ്സലാം എന്നും പറയാൻ പറ്റും. നമ്മൾ കേട്ട് പരിചയമില്ല, എന്താ ഇത് പുതിയ സംഭവം എന്ന് തോന്നിപ്പോണ്ട. അങ്ങനെ ഉണ്ട്. ഹസൻ ഹുസൈൻ അലൈഹിമുസ്സലാം അങ്ങനെ പറയും. പേരക്കുട്ടികളാ സയ്യിദന്മാർ. മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹു മദീന കണ്ട, ലോകം കണ്ട ഇമാമു ദാരിൽ ഹിജ്റ, മദീന കണ്ട ലോക പ്രശസ്തനായ പണ്ഡിതൻ. 100ഓളം സ്വഹാബിമാരെ നേരിട്ട് കണ്ടിട്ടുണ്ടെന്ന പ്രബലമായ അഭിപ്രായം. അങ്ങനത്തെ മഹാനവറുകൾ അയ്യൂബ് സഖ്തിയാനിയെ ഒന്ന് നോക്കുകയാണ്, വീക്ഷിക്കുകയാണ്. രണ്ട് ഹജ്ജ് ചെയ്യാൻ അയ്യൂബ് സഖ്തിയാനി വന്നപ്പോൾ
മഹാനായ മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, ഞാൻ ഈ കറാമത്തുള്ള മഹാനെ അവരുടെ ഹദീസ് സ്വീകരിക്കണോ, ആ ഹദീസ് ഞാൻ എന്റെ കിതാബിൽ മുവത്തയിൽ രേഖപ്പെടുത്തണമോ വേണ്ടയോ എന്നിങ്ങനെ ആലോചിച്ചിരിക്കുമ്പോ ഞാൻ ഓർക്കുകയാണ്, അയ്യൂബ് സഖ്തിയാനിയുടെ ഖൽബിൽ മഹബ്ബത്തുണ്ടോ തങ്ങളോട്, അതറിഞ്ഞിട്ട് മതി ഹദീസ് രേഖപ്പെടുത്താൻ. അങ്ങനെ പരിശുദ്ധമായ മക്കത്തെ പള്ളിയിൽ അയ്യൂബ് സഖ്തിയാനിയെ വീക്ഷിക്കുന്ന മാലിക് എന്നവര് പറയുന്നു, ഞാൻ അയ്യൂബ് സഖ്തിയാനിയെ ദൂരെ നിന്ന് ഇങ്ങനെ വീക്ഷിക്കുകയായിരുന്നു. കുല്ലമാ ദുഖിറ റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ പേര് പറയപ്പെടുമ്പോൾ അജ്ഹശ ബിൽ ബുഖാ, പൊട്ടി പൊട്ടി കരയുമായിരുന്നു അയ്യൂബ് സഖ്തിയാനി തങ്ങള്. കരഞ്ഞ് കരഞ്ഞ് തളർന്നു വീഴും. ഞങ്ങളൊക്കെ ഓടിച്ചെന്ന് അവരെ പൊക്കിയെടുത്ത് ആശ്വസിപ്പിക്കേണ്ടി വരും. അങ്ങനെ തളർന്ന് കരഞ്ഞു പോകും. മക്കളൊക്കെ മരിച്ചാണ്ടല്ലോ ഉമ്മി മാപ്പിയും കരയുന്ന കരച്ചില്, പ്രത്യേകിച്ച് ഉമ്മമാർ. അതുപോലത്തെ കരച്ചിൽ അയ്യൂബ് സഖ്തിയാനി ഹബീബിന്റെ പേര് പറയുമ്പോൾ കരയുന്നത് ഞാൻ കണ്ടപ്പോഴാണ് അയ്യൂബ് സഖ്തിയാനിയുടെ ഹദീസ് ഞാൻ രേഖപ്പെടുത്താൻ തുടങ്ങിയത്. ഹദീസ് അറിഞ്ഞു എന്ന് വിചാരിച്ചിട്ട് ഹദീസ് പോയി ഹദീസ് പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നില്ല. ഹബീബായ തങ്ങളോട് ഇത്രമേൽ സ്നേഹമുള്ള ആളാണെങ്കിൽ അവരുടെ ഹദീസ് എനിക്ക് വേണം എന്ന് പറഞ്ഞ് ഇതേ മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി ഇദാ ദുഖിറ റസൂലുള്ളാഹ്, മദീനത്തെ പള്ളിയിൽ ദർസ് നടത്തിയ ഇമാമാണ്. മദീന പള്ളിയിലെ മുദരിസായിരുന്നു മാലിക് എന്നവരെ. ഹബീബായ നബി തങ്ങളെ കുറിച്ച് തങ്ങളുടെ ഹദീസ് പറഞ്ഞു കൊടുക്കുന്ന ഒരു സദസ്സിൽ ഒരു തേള്, അതും മരുഭൂമിയിലെ തേള്, സ്കോർപ്പിയൻ തേള് വന്ന് മഹാനവറുകളുടെ കാലിന് കുത്തുകയുണ്ടായി. ഒന്ന് പെടച്ചു, ആദ്യത്തെ കുത്ത്, കാലനക്കിയില്ല, ഹദീസ് നിർത്തിയില്ല. രണ്ടാമതും കുത്തുകയും മൂന്നാമതും കുത്തി. 4, 5, 6 തവണ കുത്തുകൊണ്ട് ഹദീസിന്റെ ക്ലാസ് അവസാനിപ്പിക്കുമ്പോഴേക്കും മഹാന്റെ ശരീരത്തിൽ നീല നിറം കാണപ്പെട്ടിരുന്നു. നോക്കുമ്പോൾ തേള് കുത്തിയതാണ്. അവര് ചോദിച്ചു, ഇമാം അവറുകളെ, അങ്ങനെ ഒരു തേള് കുത്തുമ്പോഴേക്കും നിങ്ങൾക്ക് എണീറ്റുകൂടായിരുന്നോ? ഞങ്ങളോടൊന്ന് പറഞ്ഞുകൂടായിരുന്നോ? എന്തിനാണ് നിങ്ങൾ വേദന സഹിച്ച് ഇത്രയും നേരം പിടിച്ചു നിന്നത് എന്ന് ചോദിച്ചപ്പോൾ, എന്റെ മുഅ്മിനേ, സഹോദര സഹോദരിമാരെ, യൂട്യൂബിലെ ഷോർട്ട് വീഡിയോസ് കാണുമ്പോ, ടിക്ടോക്ക് ഇവിടെ ഇല്ലല്ലേ, ഇൻസ്റ്റഗ്രാം ഓപ്പൺ ചെയ്യുമ്പോ പുണ്യ നിബിതങ്ങളുടെ ഒരു ഹദീസിനെ സംബന്ധിച്ചുള്ള വിവരണം വരുമ്പോ, ഒരു ഖുർആൻ ഓതുന്ന ആളിന്റെ ഒരു വീഡിയോ കാണുമ്പോ, വിശുദ്ധ ഖുർആനിന്റെയോ ഇസ്ലാമിന്റെയോ ദീനിന്റെയോ ഒരു ചെറിയ ശകലം നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുമ്പോ സ്വൈപ്പ് ചെയ്ത് നമുക്ക് വേണ്ടത് മാത്രം തെരഞ്ഞുപിടിച്ച് അവിടെ ലോക്ക് ചെയ്ത് കണ്ണ് വെച്ച് നോക്കി കാണുമ്പോൾ ഹബീബായ നിബിതങ്ങൾ നിങ്ങളോട് വല്ലതും വന്ന് പറയാൻ നിൽക്കുമ്പോ അത് മുഖം തിരിക്കുന്നതിന് തുല്യമല്ലയോ? എനിക്കത് കേൾക്കണ്ട എന്നല്ലേ നിങ്ങളാ പറയണത്, നമ്മളാ ചെയ്യുന്നത്? ശ്രദ്ധിക്കാറുണ്ടോ? അത് നമുക്ക് കേൾക്കേണ്ടത് കേൾക്കാം, എന്നാൽ നമ്മുടെ മുമ്പിലൂടെ കടന്നു പോകുമ്പോൾ സമയമുണ്ടോ? നിങ്ങൾ തിരക്കിലല്ല, അത്യാവശ്യപ്പെട്ട ഒരു കാര്യം തിരയുകയുമല്ലെങ്കിൽ ആ ഹദീസ് ഒന്ന് കേട്ടിട്ട് പോയാൽ പോരെ. മധുരമായ ഖുർആനിന്റെ പാരായണം എന്തൊരു മനോഹരമാണ്! നിങ്ങൾ എത്ര വലിയ കോമഡി കണ്ടാലും, എത്ര വലിയ തമാശകൾ കണ്ടാലും, പാട്ട് കേട്ടാലും നിങ്ങൾക്ക് ലഭിക്കുന്നതിന്റെ ആയിരക്കണക്കിന് മടങ്ങ് സമാധാനം വിശുദ്ധ ഖുർആനിന്റെ മനോഹരമായ സൂത്തിങ് സൗണ്ടിൽ ഖുർആൻ ഒന്ന് കേട്ടു നോക്കി അവിടെ ഇരുന്നു പോകും. മനസ്സിങ്ങനെ ശാന്തമായി കൊണ്ടിരിക്കും. അതൊക്കെ നമ്മൾ സ്വൈപ്പ് ചെയ്ത് ഇങ്ങനെ കോർണറിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുമ്പോൾ അറിയണേ, അള്ളാഹുവിന്റെ വചനം മുമ്പിൽ വരുമ്പോൾ വേണ്ട, പോടോ എന്ന് പറഞ്ഞ് അട്ടിയോടിക്കുന്നതിന് തുല്യമല്ലയോ അത്? ഇമാം മാലിക് എന്നവരുടെ ചരിത്രം പറയുമ്പോൾ നമ്മളൊന്ന് മനസ്സിലാക്കണം, അത് ഹബീബായ നബി തങ്ങളുടെ ഹദീസ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ
ഈ തേള് കുത്തിയതിന്റെ പേരിൽ ഞാൻ എന്റെ ഹദീസിന്റെ ക്ലാസ് നിർത്തിവെച്ചാൽ അത് ഹബീബായ തങ്ങൾ പഠിപ്പിച്ച അധ്യാപനം പകുതിക്ക് നിർത്തിവെച്ചു പോകലാകും. തങ്ങൾ പറഞ്ഞ മുഴുവൻ ആശയം മുഴുവനായി പറഞ്ഞു തീർക്കാൻ കഴിയാത്ത വിധം ഞാൻ എന്റെ കാലിൽ വന്ന വേദന കൊണ്ട് നിർത്തിവെച്ചാൽ അല്ലാഹുവിന്റെ റസൂലിനോട് ഞാൻ അദബുകേട് കാണിക്കുകയല്ലയോ? അതുകൊണ്ട് ഞാൻ നിർത്തിയില്ല. അത് കുത്ത് തുടരട്ടെ. ഞാൻ ഹദീസ് നിർത്തുന്ന സമയമാകുന്നവരെ അതുകൊണ്ടാണ് പിടിച്ചു നിന്നത്. ഹബീബിന്റെ ഹദീസ് നിർത്താൻ എനിക്ക് തോന്നിയില്ല എന്ന് പറഞ്ഞ ഇമാമാണ് മാലിക്കി മദ്ഹബിന്റെ നേതാവ് മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു. മദ്ഹബ് എന്ത് എന്ന് ചോദിക്കുന്നവൻ കേൾക്കണം ഇത്. ഇവരാണ് മദ്ഹബിന്റെ ഇമാമുമാർ. അവര് സ്വന്തം ഇഷ്ടം എഴുതി വെച്ചു എന്ന് ചിന്തിക്കാൻ തോന്നുന്നുണ്ടോ? ഹബീബിന്റെയും ഖുർആനിന്റെയും വചനങ്ങളിലെ ആശയങ്ങൾ നമുക്ക് മനസ്സിലാവാത്തത് ഗാഠമായി പഠിച്ചു മനസ്സിലാക്കി തന്ന മുജ്തഹിദീങ്ങളായ ഇമാമുമാരാണ്. ഇമാമുന ശാഫിഈ, ഇമാം അബൂ ഹനീഫ, ഇമാം മാലിക് എന്നവർ, ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹിം ജമീആ. ഞാൻ മാലിക് അല്ല, ഞാൻ മുസ്ലിമാ. സഹോദരനക്ക് അറിയാത്തത് കൊണ്ടാ പറയുന്നത്. മാലിക് ആണെങ്കിലും മുസ്ലിം തന്നെയാണ്, ഷാഫിഈയും മുസ്ലിം തന്നെയാണ്, ഹംബലിയും മുസ്ലിം തന്നെയാണ്. അത് വിഭാഗീയത ഉണ്ടാക്കുകയല്ലാതെ വിശുദ്ധ ഖുർആനിന്റെയോ ഹദീസിന്റെയോ ആശയങ്ങളിൽ നമുക്ക് പ്രത്യക്ഷത്തിൽ മനസ്സിലാവാത്ത വിഷയങ്ങളെ, അത്രയേ ഉള്ളൂ, പ്രത്യക്ഷത്തിൽ മനസ്സിലാവാത്ത വിഷയങ്ങൾ അല്ലെങ്കിൽ കോൺട്രഡിക്ടറി, വൈരുദ്ധ്യമെന്ന് തോന്നുന്ന ആശയങ്ങളുണ്ടെന്ന് തോന്നുന്ന ഹദീസുകളെ വ്യാഖ്യാനിച്ചു അവരവരുടെ ഗാഢമായ അറിവിന്റെ വെളിച്ചത്തിൽ. അതാണ് മദ്ഹബ് എന്ന് പറഞ്ഞത്, എന്നല്ലാതെ വേറെ പാർട്ടിയായതിന്റെ പേരിലല്ല. അവരൊക്കെ ചെയ്ത സേവനമില്ലായിരുന്നെങ്കിൽ നമുക്ക് ദീൻ ലഭിക്കുമായിരുന്നുവോ? അള്ളാഹുവിന്റെ കലാം നമ്മൾ സാധാരണക്കാർ എങ്ങനെ വ്യാഖ്യാനിക്കാൻ? ഹബീബിന്റെ ഹദീസുകൾ, ഏതെല്ലാം ഹദീസുകളുണ്ട്, എല്ലാം സത്യമാണ്. വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹാ. അല്ലാഹു നൽകുന്ന വഹയല്ലാതെ എന്റെ റസൂല് സംസാരിക്കില്ല എന്ന് വന്നാൽ ഹബീബിന്റെ ഹദീസുകളിൽ വ്യത്യസ്തമായ ആശയങ്ങൾ, തങ്ങൾ ഇങ്ങനെ ഒതുകൊടുത്തു, ഇങ്ങനെ കൈകെട്ടി, ഇങ്ങനെയാണ് സുജൂദ് ചെയ്തത്, ഇതാണ് അവിടുന്ന് ചൊല്ലിയത് എന്ന് ഒരു ഹദീസിൽ അതിന് നേരെ വിരുദ്ധമായതോ വ്യത്യസ്തമായതോ മറ്റൊരു ഹദീസിൽ വന്നാൽ ഈ രണ്ട് ഹദീസും വഹ്യ് തന്നെയാണ്. ആ വഹ്യുകളെ വ്യാഖ്യാനിക്കേണ്ട ഡ്യൂട്ടിയാണ് മദ്ഹബിന്റെ ഇമാമുമാർ ചെയ്തത്. അവര് വ്യാഖ്യാനിച്ചതാണ്. അതവരെ വ്യാഖ്യാനിച്ചത് കൊണ്ട് നമുക്ക് കാര്യം മനസ്സിലായി. ഇതിനാണോ മദ്ഹബ് വേണ്ട എന്ന് പറയുന്നത്? മദ്ഹബ് വേണ്ട എന്ന് പറയുന്നവർ പോലും അറിഞ്ഞോ അറിയാതെയോ നാലാലൊരു മദ്ഹബിന്റെ ഇമാമിന്റെ അഭിപ്രായത്തിലായിരിക്കും ജീവിക്കുക. കഴിയില്ല അല്ലാതെ. പഠിക്കാതെ എങ്ങനെ പറയും മദ്ഹബ് എന്ത്? പോയി പഠിച്ചിട്ട് വന്നു വാപ്പാ, പഠിച്ചിട്ട് വന്നിട്ട് പറയും. വെറുതെ ദീനിന്റെ വലിയ വലിയ മഹാന്മാരായ മഹാപർവ്വതങ്ങളോളം വരുന്ന ആലിമീങ്ങൾ ഇത് ലോകം അംഗീകരിച്ച, നമ്മൾ നാലാൾ കൂടി പറയല്ലേ ഇത്. അജ്മഅത്തിൽ ഉമ്മ അലാ ഇമാമതിഹിം. ആ മദ്ഹബിന്റെ ഇമാമാണ്. ഹബീബിന്റെ ഒരു ഹദീസ് പകുതി വെച്ച് നിർത്തി വെച്ചു പോവാൻ എനിക്ക് മനസ്സ് വന്നില്ല. ഇത് ഹിബ്ബാൻ, ഇത് സ്നേഹമാണ്, ഇത് സ്നേഹമാണ്, ഇത് ഹിബ്ബാണ്. ഇന്നാ നുഷ്ഹിദുല്ലാഹ വമലായികതഹു വഹമലത അർശി അന്നനാ നുഹിബ്ബുല്ലാഹ വറസൂലഹു. യാ അല്ലാഹ്, അല്ലാഹുവേ, നിന്റെ ഹബീബിനെ, അവിടുത്തെ അഹ്ലു ബൈത്തിനെ, അവിടുത്തെ അസ്ഹാബിനെ, അസ്വാജിനെ, നിന്റെ സ്വാലിഹീങ്ങളെ ഞങ്ങൾ സ്നേഹിക്കുന്നു റബ്ബേ. മാലിക് ഇമാം ഹബീബിന്റെ പേര് പറയുമ്പോഴേക്കും ഇദാ ദുകിറൻ നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യതഗയ്യറു ലൗനുഹു ഖാല റസൂലുള്ളാഹി എന്ന് ഹദീസ് ഓതാൻ തുടങ്ങിയാൽ ചർമ്മത്തിന്റെ നിറം മാറുമായിരുന്നു. ആര്? ഈ മദ്ഹബിന്റെ ഇമാം, മാലികി മദ്ഹബിന്റെ ഇമാം മാലിക് ഇബ്നു അനസ് മദനി റളിയല്ലാഹു അൻഹു റഹ്മത്തുള്ളാഹി അലൈഹി. തൊലിയുടെ നിറം മാറും. വയൻഹനി, കുനിഞ്ഞങ്ങട് ഇരുന്നു പോകും. ഹത്താ യസ്ഉബ ദാലിക അലാ ജുലസാഇഹി. ഹദീസ് പഠിക്കാൻ വന്ന നൂറുകണക്കിന് ആളുകൾ ആ സദസ്സിലുണ്ടാകും.
ഖാല റസൂലുള്ളാഹ് എന്ന് പറയുമ്പോഴേക്കും നിറം മാറി കുനിഞ്ഞു കിടക്കും. അപ്പൊ ആരോ ചോദിച്ചു, ഇമാം നിങ്ങൾ എന്താണ് ഇങ്ങനെ വിഷമിച്ചു പോകുന്നത് ഹബീബിന്റെ പേര് പറയുമ്പോൾ? അതുകൊണ്ട് പറയാ, റസൂലുള്ളാഹി തങ്ങളെ പറയുമ്പോൾ പ്രവാചകൻ എന്ന് മാത്രം പറഞ്ഞു പോവരുത്, പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നതിന്റെ കൂടെ ചേർത്ത് പറയണം. ഇതിന് മടിക്കരുത്, അതിന് സമയം പോലും എന്ന് വിചാരി. ആ സമയം എന്തിനുള്ളതാ സമയം? സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലാന്ന് പ്രവാചകൻ അങ്ങനെ പറഞ്ഞു, പ്രവാചകൻ ഇങ്ങനെ പറഞ്ഞു. അത് വൃത്തികേടല്ലേ? അത് അതപകേടല്ലേ? അത് നമ്മുടെ എഴുത്തുകളിൽ പ്രവാചകൻ എന്ന് പറഞ്ഞാൽ തന്നെ പ്രവചിക്കുന്നവർക്കും പറയും പ്രവാചകൻ. നമ്മുടെ നബിയെ നമ്മൾ അങ്ങനെ പറയുകയാണെങ്കിൽ ഒരു ബഹുമാനത്തിന്റെ പ്ലൂരൽ ഉപയോഗിക്കണം. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയാൻ മടി കാണിക്കരുത്. അത്രയെങ്കിലും ഹബീബിനോട് നമുക്കൊരു സ്നേഹം കാണിക്കേണ്ടയോ? എഴുതുന്നവർ ശ്രദ്ധിക്കുക, പ്രസംഗിക്കുന്നവർ ശ്രദ്ധിക്കുക. പ്രവാചകൻ പ്രവാചകൻ എന്ന് പറഞ്ഞു പോവല്ല, പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം മാലിക് എന്നവരോട് ചോദിച്ചു, എന്തിനാണ് ഇമാം മാലിക് എന്നവരെ നിങ്ങൾ ഇങ്ങനെ നിറം മാറുന്നത്? എന്തിനാ നിങ്ങൾ കുനിഞ്ഞു പോകുന്നത് എന്ന് ചോദിച്ചപ്പോൾ, ലൗ റഅയ്തും മാ റഅയ്തു ലമാ അൻകർതും അലയ്യ മാ തറൂൻ. എന്റെ കണ്ണുകളെ കൊണ്ട് ഞാൻ കണ്ട ചില ആളുകൾ നിങ്ങൾ അവരെ കണ്ടിരുന്നെങ്കിൽ നിങ്ങൾ ആരും എന്നെ ആക്ഷേപിക്കില്ലായിരുന്നു. കുൻതു അറാ മുഹമ്മദ് ബിനുൽ മുൻകദിർ, മുഹമ്മദ് ബിനുൽ മുൻകദിർ എന്ന താബിഈങ്ങളിലെ മഹാനായ മനുഷ്യനെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്റെ ഗുരുനാഥനാണ്. ഒരു ഹദീസിനെ കുറിച്ച് ചോദിക്കുമ്പോൾ ഇല്ലാ വയബ്കീ ഹത്താ നർഹമ, ഒരു ഹദീസ് പറഞ്ഞു തുടങ്ങിയാൽ തേങ്ങി തേങ്ങി കരഞ്ഞ് ഞങ്ങൾ ആ മഹാനെ ആശ്വസിപ്പിച്ചിട്ട് വേണം ഒരു ഹദീസ് കേൾക്കാൻ. അങ്ങനെ പുണ്യനബിയുടെ ഹദീസ് പറയുമ്പോഴേക്കും കരയുന്ന മഹാന്മാരെ ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്, എന്റെ ശിഷ്യന്മാരെ എന്ന് ഇമാം മാലിക് എന്നവർ മുഹമ്മദ് ബിൻ മുൻകദിർ എന്നവരുടെ കഥ പറഞ്ഞു കൊടുക്കും. ഇത് സ്നേഹമാണ്. ഈ സ്നേഹം കൽബിൽ വരണം. ഹബീബിന്റെ പേര് വായിക്കുമ്പോ, ഹബീബിന്റെ പേര് കേൾക്കുമ്പോ സ്വല്ലല്ലാഹു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് വഅജ്മലു മിൻക വഅജ്മലു മിൻക വഅജ്മലു മിൻക ലം തറഖത്തു ഐനി വഅഹ്സനു മിൻക ലം തലിദിൻ നിസാഉ ഖുലിഖത മുബറഅൻ മിൻ കുല്ലി ഐബിൻ ഖുലിഖത മുബറഅൻ മിൻ കുല്ലി ഐബിൻ ഖുലിഖത മുബറഅൻ മിൻ കുല്ലി ഐബിൻ كأنك قد خلقت كما تشاء. പുണ്യ നബിയോരെ, അങ്ങയെക്കാളും മനോഹരമായ ഒരാളെ ഞാൻ കണ്ടിട്ടില്ല നബിയേ. ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു തന്നെ മൗലിദിലും പാടുന്നത് തങ്ങളുടെ മഹത്വമാണ്. وأحسن منك لم تلد النساء, അങ്ങയേക്കാൾ സൗന്ദര്യമുള്ള ഒരാളെ ലോകത്തൊരു ഉമ്മയും പ്രസവിച്ചിട്ടില്ല നബിയേ. ഹബീബിനോട് നേരിട്ട് പറഞ്ഞതാ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു, ഹബീബിന്റെ സ്വഹാബി. ഒരു വരി കൂടെ പാടി, ഖുലിഖത മുബറഅൻ മിൻ കുല്ലി ഐബിൻ كأنك قد خلقت كما تشاء. നബിയേ, ഒരു ന്യൂനതയുമില്ലാതെ, ഒരു കുറവുമില്ലാതെ, ഒരു ന്യൂനതയുമില്ലാതെ, ഒരു കുറവുമില്ലാതെ അല്ലാഹു അങ്ങയെ സൃഷ്ടിച്ചു വെച്ചിരിക്കയാൽ തോന്നുന്നു നബിയേ, അങ്ങ് ജനിക്കാൻ എങ്ങനെയാണോ ഇഷ്ടപ്പെട്ടത് അങ്ങനെ അല്ലാഹു അങ്ങയെ ജനിപ്പിച്ച പോലെ ഇരിക്കുന്നു നബിയേ. ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു ഹബീബിനെ കുറിച്ച് പാടുകയാണ്. അതുകൊണ്ടാണ് സാബിത്തുൽ ബുനാനി റഹ്മത്തുള്ളാഹി അലൈഹി
പുണ്യ നിബിതങ്ങൾക്ക് 10 കൊല്ലം സേവനം ചെയ്ത നബിയുടെ ഖാദിമായ ഒരു സ്വഹാബിയുണ്ട്, ഒരു ചെറുപ്പക്കാരൻ. അവരുടെ പേരാണ് അനസ് ഇബ്നു മാലിക്. നേരത്തെ പറഞ്ഞത് മാലിക് ഇബ്നു അനസ്, അവര് താബിഇയാണ്. അനസ് ഇബ്നു മാലിക് എന്നവര് സ്വഹാബിയാണ്. രണ്ട് വ്യത്യസ്തരായ 2 ആളുകളാണ്. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു കാന മിനൽ മുഅമ്മരീൻ, സ്വഹാബികളിൽ 100ഓളം വയസ്സ് ജീവിച്ച സ്വഹാബിമാരിൽപ്പെട്ട ആളാണ് ഇവര്. സൽമാൻ ഫാരിസി തങ്ങളെ പോലെ, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് തങ്ങളെ പോലെ സ്വഹാബിമാരിൽ കുറെ ആയുസ്സുണ്ടായിരുന്ന മഹാനാണ്. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിനെ മഹാനായ സാബിത്തുൽ ബുനാനി തങ്ങൾ കണ്ടപ്പോ എന്താ കാരണം എന്നറിയോ? മദീനയിൽ അന്ന് എല്ലാ പെണ്ണുങ്ങളും പുണ്യനബിക്ക് സമ്മാനങ്ങൾ കൊണ്ടുപോയി കൊടുത്തു. തങ്ങൾ മദീനത്ത് വന്നപ്പോ എല്ലാ ഉമ്മമാരും അവർക്ക് ഇഷ്ടമുള്ള വിഭവങ്ങൾ ഉണ്ടാക്കി പുണ്യനബി കൊണ്ടുപോയി കൊടുത്തു. അത് റബീഉൽ അവ്വലിലാണ്. ഹിജ്റ നടന്നത് റബീഉൽ അവ്വലിലാണ്. ഹിജ്റ വർഷം ആരംഭിക്കുന്നത് ഹിജ്റയുടെ അന്നത്തെ ആദ്യ ദിവസം മുതലാണ്. പക്ഷെ ഹിജ്റ നടന്നത് മുഹറത്തിലല്ല, ഹിജ്റ നടന്നത് റബീഉൽ അവ്വലിലാണ്. റബീഉൽ അവ്വൽ 12-ന് അതൊരു അത്ഭുതമാണ്. ഞങ്ങൾ മദീനത്തേക്ക് കാലെടുത്ത് വെച്ചത് റബീഉൽ അവ്വൽ 12-നാണ്. വല്ലാത്ത അത്ഭുതങ്ങളാണ് ഇതൊക്കെ. ഇതൊന്നും വെറുതെ അങ്ങോട്ട് സംഭവിച്ചതല്ല. These are not some random facts. It's not. അല്ലാഹുവിന്റെ ചില വളരെ predestined orders. അല്ലാഹു തീരുമാനിച്ചു വെച്ച ചില റബ്ബിന്റെ കൽപ്പനകളാണ്. അനസ് തങ്ങൾ എന്നും നബിയെ കാണും സല്ലല്ലാഹു അലൈഹി വസല്ലം. അനസ് അങ്ങ് ചെറിയ കുട്ടിയാണ്. ഉമ്മ കൈപിടിച്ചു കൊണ്ടുവന്നു. 10 വയസ്സാണെന്ന് പ്രായം. ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ, ഉമ്മു സുലൈം ബീവി 10 വയസ്സായ മോൻ അനസ് എന്നവരുടെ കൈപിടിച്ചിട്ട് പുണ്യനബിയുടെ മുമ്പിൽ വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, തിരുദൂതരേ, അല്ലാഹുവിന്റെ റസൂലേ, മദീനത്തെ പെണ്ണുങ്ങൾ ഓരോരുത്തരും അവരവരെ കൊണ്ട് കഴിയുന്ന ഒരു ഹദിയ, ഒരു സമ്മാനം അങ്ങേക്ക് നൽകിയല്ലോ നബിയെ. അങ്ങയുടെ ഈ വരവിൽ സന്തോഷിച്ചുകൊണ്ട് എനിക്കൊന്നും തരാൻ എന്റെ കയ്യിലില്ല നബിയെ. എന്റെ ഒരേ ഒരു സമ്പാദ്യം എന്റെ ഈ ആൺകുട്ടിയാണ് അനസ് ഇബ്നു മാലിക്. എന്റെ ഈ മോൻ എന്റെ എല്ലാമാണ് നബിയെ. വേറെ മോൻ എനിക്കില്ല. അനസ് എന്നവരുടെ വാപ്പയിൽ നിന്നുള്ള മോൻ. പിന്നെ അവരെ മറ്റൊരു സ്വഹാബി കല്യാണം കഴിച്ചു, അബൂ തൽഹ റളിയല്ലാഹു അൻഹു. അത് പിന്നീടാ. അനസ് എന്നവരുടെ വാപ്പ അബൂ തൽഹ തങ്ങളല്ല. അനസ് റളിയല്ലാഹു അൻഹു എന്ന മോനെ പുണ്യ നബിയെ ഏൽപ്പിച്ചുകൊണ്ട് പറഞ്ഞു, നബിയേ, ഇതെന്റെ കരളിന്റെ കഷ്ണമാണ് നബിയേ, എന്റെ ജീവന്റെ ജീവനായ മോൻ. ഒരു മോൻ. ഒന്നും എന്റെ കയ്യിൽ അങ്ങേക്ക് തരാനില്ല നബിയേ. എന്റെ മോൻ അനസ് ഇബ്നു മാലിക്, അങ്ങേക്ക് ഞാൻ അങ്ങയുടെ ഖിദ്മത്തിന്, അങ്ങയുടെ വീട്ടിൽ അങ്ങയെ സഹായിക്കാൻ, അങ്ങേക്ക് ഖാദിമായി ഞാനൊന്ന് തന്നോട്ടെയോ? എന്റെ മോനെ ഒന്ന് സ്വീകരിച്ചേക്കണേ. അങ്ങനെ പുണ്യനബി വീട്ടിലേക്ക് സ്വീകരിച്ചു വരുത്തിയ മോനാണ്. പുണ്യനബിക്ക് 10 കൊല്ലം തങ്ങൾ വഫാത്താകുന്നവരെ സേവനം ചെയ്ത സുഹാബി. 10 വർഷം ഹബീബിന് സേവനം ചെയ്ത് തങ്ങൾ വഫാത്താകുമ്പോൾ 20 വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു. അനസ് എന്നവർ നബിയെ കണ്ട പോലെ വേറെ ഒരു സ്വഹാബി, ഒരു പുരുഷനായ സ്വഹാബി നബിയെ കണ്ടിട്ടുണ്ടാവില്ല. ശരിയല്ലേ? അവിടുത്തെ ഭാര്യമാർ കണ്ടിട്ടുണ്ടാവും. ശ്രദ്ധിക്കുന്നവര് എപ്പോഴില്ലല്ലോ. അനസ് എന്നവര് വീട്ടിൽ എപ്പോഴുമുണ്ട്. തങ്ങളുടെ വീട്ടിലാണ് കിടത്തം. കൊച്ചുമോനായി വന്നതാണ്. ആ മോൻ ഹബീബിന്റെ കൂടെ യാത്രകളിലുണ്ട്, വീടിലുണ്ട്. പുണ്യ നബി തങ്ങളുടെ കൂടെ മസ്ജിദിലുണ്ട്. അത്രത്തോളം നബി തങ്ങളെ കണ്ണുകൊണ്ട് നോക്കിക്കാണാൻ മദീന കാലഘട്ടത്തിൽ അവസരമുണ്ടായ മറ്റൊരാൾ വേറെ ഉണ്ടാവില്ല. ശ്രദ്ധിക്കുന്നവര് മക്ക മുതലുണ്ട്. അതല്ല, മദീന കാലഘട്ടം ഹബീബിന്റെ വിജയത്തിന്റെ നാന്തി കുറിച്ച ഹിജ്റ മുതൽ തങ്ങൾ വഫാത്താകുന്നവരെ ഹബീബിന്റെ വീട്ടിലെ ഖാദിമായി ജോലി ചെയ്ത മോനാണ് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു.
അതുകൊണ്ട് താബിഈയായ സ്വഹാബികൾക്ക് ശേഷം വന്ന തലമുറ അവരെയാണ് നമ്മൾ താബിഈങ്ങൾ എന്ന് പറയുന്നത്. താബിഈയായ സാബിത്തുൽ ബുനാനി, ഉസ്താദുമാർക്ക് കേട്ടുപരിചയമുള്ള പേരാണിത്. ഔലിയാക്കന്മാർ അറിയപ്പെടുന്ന മഹാൻ, റബ്ബാനിയായ ആലിം, മുഹദ്ദിസായ മഹാൻ സാബിത്തുൽ ബുനാനി റഹ്മത്തുള്ളാഹി അലൈഹി. ഈ അനസ് ഇബ്നു മാലിക് എന്നവരെ കാണുമ്പോൾ അനസ് എന്നവരെ നോക്കി പറയുകയാണ്, അഅ്തുനി ഐനൈക അഅ്തുനി ഐനൈക അല്ലതി റഅയ്ത ബിഹിമാ റസൂലല്ലാഹ് ഹത്താ ഉഖബ്ബില. അനസ് ഇബ്നു മാലിക്, അങ്ങയുടെ ആ രണ്ട്